2013 ഈ 2013 ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിനെ വിളിച്ചപ്പോൾ ആ സ്നേഹം തിരിച്ചറിയാനുള്ള കൃപ തന്നപ്പോൾ, അതിനോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ വന്നപ്പോൾ, അതിനോട് ചേർന്ന് നടക്കാൻ ശ്രമിച്ചപ്പോൾ എന്റെ പഴയ കാല ജീവിതത്തെ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. പഴയകാല ജീവിതത്തിൽ എനിക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു പ്രധാന മോട്ടിവേഷൻ. എന്ത് ചെയ്തിട്ടായാലും, ആരെ കൊന്നിട്ടായാലും പൈസ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു മോട്ടിവേഷൻ. എന്റെ കുടുംബത്തെ കുറിച്ചുള്ള വലിയ പ്രതിബദ്ധതയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഇവിടെ എന്നാൽ ക്രിസ്തു എന്നെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ, എന്റെ ശിരസ്സായിട്ട് ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ എന്റെ കുടുംബത്തെ കുറിച്ചുള്ള എന്റെ സ്വപ്നങ്ങൾ മാറി. മക്കൾ കൂടുതൽ വേണമെന്ന സ്വപ്നം എനിക്ക് ദൈവം തന്നു. ആ മക്കളിലൂടെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാക്കുന്ന വലിയ കൃപ എനിക്ക് കർത്താവ് നൽകി. അത് മാത്രമല്ല, അന്ന് വരെ ഞാൻ പണം ഉണ്ടാക്കാൻ കരുതിയിരുന്ന എന്റെ എല്ലാ മാർഗങ്ങളും ഞാൻ ഉപേക്ഷിച്ചു. അതോടുകൂടി എനിക്ക് എല്ലാം, പൈസയും മറ്റെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാൽ ഇന്ന് ആ മാർഗമെല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ, ക്രിസ്തു എന്റെ ശിരസായി മാറിയപ്പോൾ, ക്രിസ്തു നടക്കുന്ന മാർഗങ്ങളിലൂടെ എന്റെ ജീവിതത്തിൽ ഒരുപാട് ഇടുക്കങ്ങൾ വന്നു. സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒത്തിരിയേറെ കടന്നു വരുന്നുണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തു അല്ലെങ്കിൽ അവൻ നയിക്കുന്നത് കൊണ്ട് മുന്നോട്ട് വളരെ മനോഹരമായിട്ട് എന്നിലൂടെ അല്ല, നിങ്ങളിലൂടെയൊക്കെ ക്രിസ്തു എന്നെ എന്റെ കുടുംബത്തെ നയിക്കുന്നത് കൊണ്ട് മനോഹരമായിട്ട് വളരെ നന്നായിട്ട് പോകാൻ, ഇപ്പോൾ മിഷനിലായിരിക്കുമ്പോൾ പോലും ഒരു കുറവുമില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരിയേറെ ഇടുക്കങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടാകാതിരിക്കുന്നതിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ. ഇപ്പോഴും ഇവിടെ മിഷനിലായിരിക്കുമ്പോഴും പല വിധത്തിലുള്ള, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ വയറിന് ഭയങ്കര അസ്വസ്ഥയാണ്, ഗ്യാസ് കയറിയിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ ഓർക്കുന്നുണ്ട്, ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ മിഷനിലെ അല്ലെങ്കിൽ ആ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ എന്റെ ശരീരത്തിന്റെ ഇടുങ്ങിയ അവസ്ഥകൾ മാറുന്ന എനിക്ക് കാണാൻ സാധിച്ചു. ക്രിസ്തു എന്നെ നയിക്കുന്ന വഴിയിലൂടെ എനിക്ക് അവിടെ ചെന്നിട്ട്, എനിക്ക് ഹിന്ദി ഒത്തിരിയേറെ വശമൊന്നും ഇല്ലെങ്കിലും അവരോട് ഹിന്ദിയിലൂടെ സംസാരിക്കാനും ഹിന്ദിയിലൂടെ പ്രാർത്ഥിക്കുവാനും ക്രിസ്തുവിനെ കുറിച്ച് പറയാനും, അവിടെ കണ്ട ഒരു ഗർഭിണിയോട് നിന്റെ ഉദരത്തിൽ ക്രിസ്തു ഉണ്ട് അല്ലെങ്കിൽ ദൈവമുണ്ട്, ആ ദൈവമാണ് നിന്റെ ശിശുവിനെ, നിന്റെ ഉള്ളിലായിരിക്കുന്ന കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ കൃപ കർത്താവ് എനിക്ക് നൽകി. അപ്പൊ ക്രിസ്തു നമ്മളെ നിരന്തരം നയിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ക്രിസ്തു നമ്മുടെ ഓരോരുത്തരെയും കുടുംബത്തിനെ ശിരസ്സായിട്ട് മാറണം. ആ ദൈവത്തിലും അതുപോലെ പരസ്പരവുമുള്ള വിധേയത്വം, എളിമ. ലേവ്യരുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്, നിങ്ങൾ എന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുക, അവ അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും, ഞാനാണ് കർത്താവ്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു കർത്താവ് അല്ലെങ്കിൽ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകാതിരിക്കരുതെന്ന് മോശയിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തിന് കൽപ്പന നൽകിയെങ്കിൽ ആ കൽപ്പന തന്നെയാണ് ഇന്നും നമുക്ക് നൽകിയത്, ക്രിസ്ത്യാനികളായ നമുക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച്, അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച്, മറ്റൊരു ദൈവമില്ലാതെ ആ ദൈവത്തിന്റെ ആ വഴികൾക്കനുസരിച്ച് നടക്കുന്നവരാണ് എളിമയുള്ള മനുഷ്യർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കുടുംബങ്ങൾ ഇങ്ങനെ പരസ്പര വിധേയത്വമുള്ളതായിരിക്കണം. ദൈവത്തോട് വിധേയത്വം ഉണ്ടാകണം, സഭയോട് വിധേയത്വം ഉണ്ടാകണം, സഭ അധികാരികളോട് വിധേയത്വം ഉണ്ടാകണം, മാതാപിതാക്കളോട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, ഭാര്യ ഭർത്താക്കളും മക്കളും തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിൽ, അല്ലെങ്കിൽ മറ്റു എല്ലാവരോടും ഒരു വിധേയത്വം, എളിമയുടെ മനോഭാവമുള്ള, അല്ലെങ്കിൽ ആ പറയില്ലേ ആ നിഷ്കളങ്കതയുള്ള ഒരു കുടുംബങ്ങളായിട്ട് നമ്മുടെ ഓരോരുത്തരും കുടുംബങ്ങൾ മാറണമെന്ന് ഈശോ ഇന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ്. എളിമയുള്ള മനുഷ്യരായിട്ട് നാം മാറണം. അപ്പോൾ അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ ഒരു കാര്യമാണ് ക്രിസ്തു രക്ഷകനായ കുടുംബം. നിരന്തര രക്ഷയുടെ അനുഭവം അനുഭവിക്കുന്ന കുടുംബമായിട്ട് നമ്മുടെ ഓരോരുത്തരും കുടുംബങ്ങൾ മാറണം. അപ്പോസ്തല പ്രവർത്തനം 16-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തില് ഇങ്ങനെ പറയുന്നുണ്ട്, അവർ പറഞ്ഞു, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സ്ലീഹന്മാരെ ബന്ധനസ്ഥയിലാക്കി അവിടെ നിന്ന് അവർ പാടി ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ചങ്ങലകൾ കഴിഞ്ഞു വീണ് അവർ രക്ഷപ്പെടാൻ പോകുമോ എന്ന് വിചാരിച്ച് വാളെടുത്ത് മരിക്കാൻ ഒരുങ്ങിയ പടയാളികളുടെ അടുത്ത് നിന്നുകൊണ്ട് പറയുന്നതാണ്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ അവന് ആശ്ചര്യമായി, അല്ലെങ്കിൽ അവൻ അത്ഭുതമായി. എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ക്രിസ്തുവിലേക്ക് പറയുന്ന കാര്യം ഇതാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. യേശുവിൽ വിശ്വസിക്കുന്നവരുടെ സ്വന്തമാക്കുന്ന, യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതങ്ങൾ സമർപ്പിക്കുന്നവരുടെ സ്വന്തമാക്കുന്ന ആ രക്ഷയുടെ അനുഭവത്തിൽ നിരന്തരം ജീവിക്കുന്ന കുടുംബം. അങ്ങനെ ജീവിക്കുന്ന കുടുംബത്തിന് ആ രക്ഷ എങ്ങനെയാണ് നിരന്തരം സ്വന്തമാക്കാനാവുക? എല്ലാ ദിവസവും രാവിലെ എണീറ്റ് വിശുദ്ധ ബലിക്ക് പോകുന്ന കുടുംബം, എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ നിന്ന് തുടങ്ങുന്ന കുടുംബം,
അടുത്തടുത്ത് ഒരുമിച്ച് കുമ്പസാരിക്കാനായിട്ട് ഒരുങ്ങി പോകുന്ന കുടുംബം. കുമ്പസാരക്കൂട്ടിലേക്കിലൂടെയാണ് നമുക്കറിയാം വീണ്ടും യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് നമുക്ക് സ്വീകരിക്കാനുള്ള അവസരം ഒരുങ്ങുന്നത്. സഭ ഒരുക്കി വെച്ചിരിക്കുകയാണ്. സഭയിലൂടെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ തകർന്നു പോകുന്ന പാപം ചെയ്യുമ്പോൾ, ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ അകന്നു പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ബന്ധങ്ങളുടെ വിച്ഛേദനം മുഴുവൻ നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന കുമ്പസാരക്കൂട്ടില. അപ്പോൾ നമ്മൾ എത്രമാത്രം എത്ര സ്നേഹത്തോടെ, എത്രമാത്രം കരുതലോടെ, അല്ലെങ്കിൽ എത്രമാത്രം സ്പീഡിൽ നാം കുമ്പസാരക്കൂടിനെ സമീപിക്കാണ്ടിരിക്കും നമ്മുടെ ഓരോരുത്തരും കുടുംബങ്ങൾ, വ്യക്തികൾ മാത്രമല്ല കുടുംബങ്ങൾ ഒരുങ്ങി കുമ്പസാരിക്കാനായിട്ട് കടന്നു പോകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നിരന്തരം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന, നിരന്തരം അടുത്തടുത്ത് കുമ്പസാരിക്കുന്ന, കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും ഒരുമിച്ച് ചൊല്ലുന്ന കുടുംബങ്ങൾ, വചനം വായിക്കുന്ന, പേഴ്സണൽ പ്രയർ ചെയ്യുന്ന വ്യക്തികൾ ഒരുമിച്ച് ചേരുന്ന കുടുംബങ്ങൾ, അവരാണ് ക്രിസ്തുവിനെ രക്ഷകനാഥനുമായിട്ട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങൾ. അങ്ങനെ ക്രിസ്തുവിനെ നിരന്തരം അനുഭവിക്കുന്ന, ആ രക്ഷയുടെ അനുഭവത്തിൽ നിരന്തരം നയിക്കപ്പെടുന്ന കുടുംബങ്ങളായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ മാറണമെന്ന് ഈശോ ഇന്ന് ഈ ദിവസം നമ്മൾ ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ സ്നേഹവും സമർപ്പണവും, ക്രിസ്തുവിന്റെ സ്നേഹവും സമർപ്പണം എന്ന് പറയുന്നത് അതൊരു മുറിച്ചു നൽകപ്പെടുന്ന, മുറി സ്നേഹമാണ്. അവരോട് നമുക്കറിയാം, നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ മുറിയപ്പെട്ടത്. നമ്മളെ വീണ്ടും ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ മുറിയപ്പെട്ടത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ വീണ്ടും നമ്മളെ ഓർപ്പിക്കുകയാണ്, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഭാര്യ ഭർത്തൃ സ്നേഹവും പരസ്പര സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ കുടുംബത്തിലുള്ള മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ ആര് തന്നെ ആയിക്കോട്ടെ, തങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി, ക്രിസ്തു സഭയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കാൻ, നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നത്, ക്രിസ്തുവിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്നത് വഴിയാണ്. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കുറെ കൂടി ക്രിസ്തുവിന്റെ സ്നേഹവും രക്ഷയും ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്നത്. അവൾ പൂർണ്ണമായ സമർപ്പണത്തിലേക്ക് നമ്മുടെ കുടുംബവും കുടുംബത്തിലെ ഓരോ വ്യക്തികളും കടന്നു വരണമെന്ന് ഇന്ന് ഈ ദിവസം സഭ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഓരോ കുടുംബത്തിലും പരസ്പര ബഹുമാനം, പരസ്പരം, അത് മാതാപിതാക്കൾ തമ്മിൽ മാത്രമല്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാത്രമല്ല, മക്കളോടും, മക്കളും മാതാപിതാക്കളും തമ്മിലും, അയൽവക്കക്കാരും, എവിടെയൊക്കെ ഒരു കുടുംബം ഇടപെടുന്ന മേഖലകളുണ്ടോ അവിടെയൊക്കെ വളരെ ബഹുമാനത്തോടെ ഇടപെടണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തില് നാം ഇങ്ങനെ കാണുന്നു, ഏത് വർഗമാണ് ബഹുമാനത്തിന് അർഹം? മനുഷ്യവർഗം. ഏത് മനുഷ്യൻ? കർത്താവിനോട് ഭക്തിയുള്ളവൻ. കർത്താവിനോടുള്ള ഭക്തിയിൽ ജീവിക്കുന്ന വ്യക്തികൾ ചേർന്ന കുടുംബങ്ങൾക്കാണ് ബഹുമാനം ലഭിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ഓർക്കുന്ന കാര്യം, ഈ ദിവസങ്ങളൊക്കെ ഈ മിഷനിലൂടെ നടക്കുമ്പോൾ കുടുംബങ്ങൾ ഒരുമിച്ചാണ് ഓരോ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത്. അവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു ബഹുമാനം, ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോ ഞാൻ ഷീജാനാണ് ഇപ്പൊ വെസ്റ്റ് ബംഗാളിൽ കുടുംബമായിട്ടുള്ളൂ. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഫ്രാൻസിസ് ചേട്ടനും അതുപോലെ തന്നെ ഷിബുച്ചേട്ടനും മറ്റ് 3-4 ഫാമിലി കൂടി നമ്മുടെ കൂടെ, ബേബിച്ചേട്ടന്റെ കുടുംബം ഉണ്ടായിരുന്നു, മനോജേട്ടന്റെ കുടുംബം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തോമസിന്റെ കുടുംബം ഉണ്ടായിരുന്നു. അപ്പൊ കുടുംബങ്ങൾ ഒരുമിച്ചാണ് ഓരോ കുടുംബങ്ങളിലേക്കും കടന്നു ചെന്നിരുന്നത്. അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ കാണുമ്പോൾ കുടുംബങ്ങൾ ഒരുമിച്ചായിരുന്നു. അവിടെ എപ്പോഴും ഒരു ബഹുമാനം, ക്രിസ്തുവിലൂടെ ആ ക്രിസ്തുവിന് വേണ്ടിയിട്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ബഹുമാനം. അപ്പൊ മനുഷ്യൻ എന്ന രീതിയിൽ ആയെങ്കിൽ പോലും കർത്താവിനോടുള്ള ഭക്തി, നമുക്ക് ആ കർത്താവിനുള്ള ഭക്തി ഉണ്ട് എന്നുള്ള ആ തിരിച്ചറിവിലാണ് അവർ നമ്മളെ ബഹുമാനം. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഇന്നിവിടെ കാലത്ത് ഇവിടെ ആശ്രമത്തിന്റെ ഫ്രണ്ടിൽ ഒരു ബെഞ്ചുമായിരുന്നു, ഒരു മാർബിളിന്റെ ഒരു ബെഞ്ചുണ്ട്. അവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഒരു അച്ഛനാണ് വരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈശോ സഭ അംഗമായ ഒരു അച്ഛൻ വന്നു ഇവിടെ കുമ്പസാരിപ്പിക്കാനായിട്ട് വന്ന അച്ഛൻ വന്ന നിമിഷം തന്നെ എന്റെ കൈ പിടിച്ചിട്ട് പെട്ടെന്ന് ജയ് യേശു എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു ഇവിടെ ഇന്ന് വൺ ഡേ പ്രോഗ്രാം നടക്കുന്നുണ്ട്, വൺ ഡേ പ്രോഗ്രാം വന്ന ആരും ആണെന്നാണ് എന്റെ ഒരു ധാരണ ഉണ്ടായിരുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷെ പിന്നീട് സിസ്റ്റർ എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ അത് അച്ഛനാണ് കുമ്പസാരിക്കാൻ വന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ ചെന്ന് അച്ഛനെ കണ്ടു. അതുപോലെ തന്നെയാണ് ഇവിടെ ഓരോരുത്തരും വരുമ്പോൾ, ഓരോരുത്തർ ഇന്ന് എത്രയോ പേര് വന്നാൽ, എത്ര അമ്മമാര് കുടുംബങ്ങളാണ് വന്നേച്ച് നമ്മൾ വളരെ ബഹുമാനത്തോടെ സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഞ്ചാബിലൂടെ നടക്കുമ്പോഴൊക്കെ എത്രയോ പേരാണ് നമ്മളോട് വന്ന് വളരെ ബഹുമാനത്തോടെ. അത് എന്തുകൊണ്ടാണ്? നമ്മൾ കർത്താവിനോടുള്ള ആ സ്നേഹത്തിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ്, അവിടുത്തോടുള്ള ഭക്തിയിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ്.
എന്താണ് ഒരു കുടുംബം ദൈവഭക്തി എന്നുള്ളതിൽ, കുടുംബത്തിന്റെ ദൈവഭക്തി എന്ന് പറയുന്നത്, ദൈവഭക്തി തിന്മയെ വെറുക്കലാണ് എന്ന് സുഭാഷിതങ്ങൾ നമ്മളെ ഓർപ്പിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ദൈവഭക്തി തിന്മയെ വെറുക്കല. തിന്മ ചെയ്യാതിരിക്കലല്ല, തിന്മ ചെയ്യാതിരിക്കാനൊക്കെ ചിലപ്പോൾ നമുക്ക് പറ്റും. ഒത്തിരിയേറെ തിന്മകളുടെ സാഹചര്യങ്ങൾ ഇന്നും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകണം. ഇന്നും ചിലപ്പോ നമ്മൾ ഇനി പ്രവർത്തികൾ ചെയ്യാനായിട്ട് ഒരുക്കമല്ലെങ്കിൽ തന്നെ ഇതുകൂടി ചിന്തകളിലൂടെ, കാഴ്ചയിലൂടെ ഒക്കെ ഒത്തിരിയേറെ തിന്മകളുടെ പ്രശ്നങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അത് ചെയ്യാതിരിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്, വീഴാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇവിടെ എന്നാൽ സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങളിൽ നമ്മളിങ്ങനെ ഓർപ്പിക്കുകയാണ്, അതിന് 8:13 ഇങ്ങനെ പറയുന്നു, ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. തിന്മയെ വെറുക്കുന്ന ഒരു കുടുംബം, തിന്മ ചെയ്യാതിരിക്കുന്ന ഒരു കുടുംബം മാത്രമല്ല, തിന്മയെ വെറുക്കുന്ന, ഈശോ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്, പാപിയല്ല പാപത്തെ വെറുക്കണം, പാപിയെ സ്നേഹിക്കണമെന്ന്. അപ്പോൾ തിന്മയെ വെറുത്തുകൊണ്ട് നിരന്തരം ജീവിക്കുന്ന ഒരു കുടുംബമായിട്ട് അവിടെ പറയുന്ന അഹംഭാവം, ഗർവ്, ദുർമാർഗം, ദുർവചനം എന്നിവയെല്ലാം ഞാൻ വെറുക്കുന്നു. അപ്പൊ നമുക്കറിയാം, അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. കുടുംബത്തിലായിരിക്കട്ടെ, കുടുംബത്തിലെ വ്യക്തികൾ മറ്റു വ്യക്തികളോടായിട്ട്, മറ്റു കുടുംബങ്ങളിലോ എവിടെയായിരുന്നാലും അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, അനാവശ്യമായ മാർഗങ്ങളിലൂടെ നടക്കാതിരിക്കുക, ഗർവുകൾ, അഹങ്കാരത്തോടെ ജീവിക്കാതിരിക്കുക, അഹംഭാവം, ഞാനെന്ന ഭാവത്തിൽ, ഞാൻ എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും നമ്മൾ വീട്ടിൽ ദേഷ്യപ്പെടുന്നതും മറ്റുള്ള മക്കളോടായിരിക്കാം, ഭാര്യയോടായിരിക്കാം, അല്ലെങ്കിൽ തിരിച്ച് ഭർത്താക്കന്മാരോട്, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ദേഷ്യപ്പെടുന്നത് ഞാനെന്ന ഭാവം, അഹംഭാവം എന്റെ ഉള്ളിൽ നിറയുമ്പോഴാണ്. വെറുക്കൽ, മറ്റുള്ള വെറുക്കൽ, വെറുക്കുന്നവൻ കൊലപാതകയാണെന്ന് വചനം നമ്മളോട് ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ദൈവഭക്തി തിന്മയെ വെറുക്കലാണെന്ന് പറയുമ്പോൾ ഇതെല്ലാം ചെയ്യാതിരിക്കാൻ വേണ്ടി, അങ്ങനെ തിന്മയെ വെറുക്കുന്ന, ആ തിന്മയെ നോക്കിക്കാണാതിരിക്കുന്ന, തിന്മയെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്ന ഒരു കുടുംബമായിട്ട് നമ്മുടെ ഇവിടുത്തെ കുടുംബം മാറണമെന്ന് സഭ ഇന്ന് നമ്മൾ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ കുടുംബത്തിന്റെ ശുശ്രൂഷ. ജോഷ പ്രവാചകൻ ഇങ്ങനെ പറയുകയാണ്, ജോഷ 24:15 പറഞ്ഞു, ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. കർത്താവിനായിട്ട് വേല ചെയ്യുന്ന, കർത്താവിനെ ശുശ്രൂഷിക്കുന്ന കുടുംബങ്ങളായിട്ട് നമ്മുടെ ഓരോരുത്തരെയും കുടുംബങ്ങൾ മാറണം. ഇവിടെ വരെ 2022 2021 എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. കർത്താവിനായിട്ട് മിഷണറി കുടുംബം ആകണമെന്നുള്ള പ്രാർത്ഥന ആ ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് എന്നുമുള്ള എന്റെ പ്രാർത്ഥന, എന്റെ കുടുംബത്തെ ഒരു മിഷണറി കുടുംബമാക്കി മാറ്റണമേ കർത്താവേ എന്നുള്ള ഒരു പ്രാർത്ഥന എന്നും. ആദ്യമായിട്ടൊരു ദേവാലയത്തിലേക്ക്, പുതിയതായിട്ടൊരു ദേവാലയത്തിൽ കടന്നു കഴിയുമ്പോൾ 3 പ്രാർത്ഥനയൊക്കെ ചെല്ലണമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ എന്നുമുള്ള ഒരു പ്രാർത്ഥന അത് മാത്രമായിരുന്നു, കുടുംബത്തെ ഒരു മിഷണറി കുടുംബമാക്കി മാറ്റണമേ കർത്താവേ എന്നുള്ളത്. ഇവിടെ 2021 ഞാൻ ഓർക്കുന്നു, 2022 ഒരു ജിസ് യൂത്തിന്റെ JYKFC എന്ന് പറയും, ജിസ് യൂത്ത് കേരള ഫാമിലി കോൺഫറൻസ് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ വെച്ചൊരു വലിയൊരു കോൺഫറൻസ് നടന്നായിരുന്നു. ഒത്തിരി ഫാമിലികൾ കൂടിയുള്ള കോൺഫറൻസ് നടന്ന. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഓരോ സോണുകളിലും വന്നേച്ചും അതിനുള്ള ടീമുകള് പ്രചാരണം നടത്തിയ സമയത്ത്, അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞ സമയത്ത്, അന്ന് ഫാമിലി ടീമിന്റെ കേരള കോർഡിനേറ്റർ ആയിരുന്ന ഷൈജൻ ചേട്ടൻ പറഞ്ഞ ഒരു വാക്യം ഇതായിരുന്നു. അതിനായിട്ട് ഈ JYKFCക്ക് ആ ഒരു കോൺഫറൻസിനായിട്ട് ഒരുക്കിയ വചനം ഇതായിരുന്നു, ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ജോഷ പ്രവാചകൻ പറയുന്നു, ബാക്കി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സ്നേഹിക്കും. കർത്താവിനെ ശുശ്രൂഷിക്കുന്ന, കർത്താവിനായി ശുശ്രൂഷ ചെയ്യുന്ന കുടുംബങ്ങളായിട്ട് മാറും. ആ ഒരു വാക്യം എന്റെ മനസ്സിൽ ആഴത്തിൽ പതിച്ചപ്പോൾ എന്റെ മനസ്സിൽ വീണ്ടും ആ ഒരു ചിന്ത, എന്റെ കുടുംബം മിഷനിലേക്ക് ഇറങ്ങണം, കർത്താവിനായിട്ട് എവിടെയായിരുന്നാലും, എന്റെ കുടുംബത്തിന്റെ സാഹചര്യങ്ങളിൽ, ഞാൻ എന്റെ കുടുംബത്തിൽ എന്റെ നാട്ടിൽ വസിക്കുമ്പോഴും എവിടെയായിരുന്നാലും കർത്താവിനെ ശുശ്രൂഷിക്കുന്ന, കർത്താവിന്റെ ജനത്തെ ശുശ്രൂഷിക്കുന്ന ഫാമിലിയായിട്ട്, കുടുംബമായിട്ട് എന്റെ കുടുംബം മാറണമെന്നുള്ള ഒരു ആഗ്രഹം എന്റെ ഉള്ളിൽ കർത്താവ് നൽകി. അതിനാൽ 2022 കൊറോണയുടെ സമയത്ത് എന്റെ ഭാര്യ 5ാമത്തെ കുഞ്ഞിനെ 7 മാസത്തോളം ഗർഭിണിയായിരിക്കുന്ന സമയത്തും കർത്താവിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാനുള്ള വലിയ ശക്തിയും കൃപയും ആ ദിവസങ്ങളിൽ കർത്താവ് നൽകി. 2 മാസത്തോളം ഞങ്ങൾ മധ്യപ്രദേശിൽ ശുശ്രൂഷ ചെയ്തു. ഇന്നും അതിന്റെ തുടർച്ചയെന്നോണം ഈ വർഷവും അങ്ങനെ പോകണമെന്നുള്ള ആഗ്രഹം എന്റെ മനസ്സിൽ കർത്താവ് നൽകിയപ്പോൾ അത് ഞാൻ ഷീജാനോടൊക്കെ പങ്കുവച്ചപ്പോൾ ഷീജാനും പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെയാണ് നമ്മുടെ ഹോളി ഹോം കൂട്ടായ്മയിൽ നിന്ന് ഇത്രയേറെ പേർ, 34 പേര് അങ്ങനെ നമ്മൾ ഒരുമിച്ച് കുടുംബമായിട്ട് പോകാനുള്ള ഒരു തീരുമാനം എടുക്കുകയും പ്രാർത്ഥിച്ചൊരുങ്ങി അതിനുള്ള തീരുമാനമെടുത്ത് ഒരുമിച്ച് പോവുകയും ഇന്നും ഇവിടെ മിഷനിലെ വിജയസിദ്ധുവിന്റെ ഭാഗമായിട്ട് ആയിരിക്കാനൊക്കെ സാധിക്കും. ഇവിടെ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന, കർത്താവിന്റെ മക്കളെ ശുശ്രൂഷിക്കുന്ന കുടുംബമായിട്ട് നമ്മുടെ ഇവിടുത്തെ കുടുംബം മാറണമെന്ന് പറയും. കുടുംബത്തിന്റെ കടമ ഇവിടെ റൂത്തിന്റെ പുസ്തകത്തില് അതിന് 3-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ മനോഹരമായിട്ടൊരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. റൂത്തിന്റെ അമ്മായിയമ്മയായ നവോമി ഇങ്ങനെ പറയുന്നു, റൂത്ത് മരുമകളോട് ഇങ്ങനെ പറയാണ്, മകളെ, തന്റെ മകനെ വാങ്ങിച്ചിട്ട് മകൻ മരിച്ചുപോയി, മകളോട് പറയുന്നത്, മകളെ, സന്തുഷ്ടമായ കുടുംബ ജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ കടമയല്ലേ.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന് ഒരു കടമയുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ ഒരേ ഒരു കടമ സുവിശേഷം പ്രഘോഷിക്കുക. ഞാൻ വിവാഹം കഴിച്ചു, വിവാഹിതനായപ്പോൾ എന്റെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് ദൈവം നൽകുന്ന മക്കളെയല്ല, എന്റെ ഉത്തരവാദിത്തം, കടമ എന്ന് പറയുന്നത് എന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എനിക്ക് ദൈവം നൽകുന്ന മക്കളെയെല്ലാം രണ്ട് കൈ നീട്ടി എന്റെ കുടുംബത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. എനിക്കായിട്ട് ദൈവം ഒരു കുടുംബത്തെ നൽകിയപ്പോൾ ആ കുടുംബത്തിൽ ദൈവം നൽകുന്ന മക്കളെയെല്ലാം സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പ്രധാന, അതാണ് എന്റെ ഏറ്റവും വലിയ ദൗത്യം. എന്റെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഏറ്റവും വലിയ മുഖം എന്ന് പറയുന്നത് ആ മക്കളെയെല്ലാം സ്വീകരിക്കുക. ആ മക്കളെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ വളർത്തി വലുതാക്കുക. അവരുടെ ശരിയായ സമയങ്ങളിൽ അവരുടെ വിളികൾ തിരിച്ചറിയാൻ പ്രോത്സാഹിപ്പിക്കുക. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിൻ്റെതായ സമയങ്ങളിൽ കൃത്യമായിട്ട് അവരുടെ വിളിയിലേക്ക് കടത്തിവിടുക എന്നുള്ളത്. അവിടെ ഈ ദിവസങ്ങളിൽ എന്റെ മകൾ, ഇപ്പൊ ഷീച്ചാന്റെ മൂത്തവനും അതുപോലെ റോബിൻ ചാന്റെ, അല്ലെങ്കിൽ നമ്മുടെ എത്രയോ കുടുംബങ്ങളിലാണ് ഈ ദിവസം കുഞ്ഞുങ്ങള് 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ പാസ്സായിട്ട് റിസൾട്ട് വന്നിരിക്കുന്നത്. എന്റെ മൂത്ത മകൾ ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞു, അവളുടെ റിസൾട്ട് വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി അവളെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്. ഞാനും എന്റെ ഭാര്യയും എന്ന് പറയാൻ അവളുടെ അമ്മയും അപ്പൊ പറഞ്ഞൊരു കാര്യം അവളോട് ഇങ്ങനെയായിരുന്നു. കാരണം ആ മകളെ ഞങ്ങൾക്ക് ദൈവം നൽകിയതാ. ആ മകളെ വളർത്തി വലുതാക്കേണ്ട ഒരു കടമ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, ഞാനും എന്റെ ഭാര്യയും എന്റെ അപ്പനും എന്റെ അമ്മയും നമ്മുടെ കുടുംബവും എല്ലാം നീ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു മകളായിട്ട് മാറണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. എങ്കിലും നീ പ്രാർത്ഥിച്ചൊരുങ്ങി ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, നിനക്കിനോട് ദൈവം എന്ത് പറയുന്നു, അതിനായിട്ട് നീ ഒരുങ്ങ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ആ റിസൾട്ട് വന്നതിന്റെ പിറ്റേ ദിവസം അവളോട് വിളിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പങ്കുവച്ചൊരു കാര്യമാണ്. അവള് ഏത് വിളിയാണ്, അവള് ചിലപ്പോൾ ഒരു സന്യസ്തയായി തീർന്നുകൊണ്ട് ഒരു ദൈവത്തിന് വേണ്ടിയിട്ട് ഫുൾ ടൈം ദൈവത്തിന്റെ മണിവാട്ടിയായിട്ട് ജീവിക്കാനുള്ള വിളിയാണ് ദൈവം അവൾക്കായിട്ട് കരുതി വെച്ചിരിക്കുന്നത്. അത് തിരിച്ചറിയാനുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ഈ ദിവസങ്ങളൊക്കെ. ഈ മിഷനിലൂടെ നടക്കുമ്പോൾ എന്റെ ഉള്ളിലുള്ള ഒരു പ്രാർത്ഥന മെയിൻ ആയിട്ട് അതായിരുന്നു. കാരണം അവള് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടന്നു പോകേണ്ട സമയമായിരിക്കുന്നു. അവരുടെ അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ വിവാഹം കുദാശയുടെ സമയത്ത് ഒത്തിരി വൈകരുത്. ഇന്ന് ചിലപ്പോ ഞാൻ ഇത് പറയുമ്പോൾ ചിലർക്കൊക്കെ എതിർപ്പുണ്ടാകും. പലപ്പോഴും നമ്മുടെ ഒരു കേരളത്തിലേക്ക് ഒരു മനോഭാവം വെച്ച് ഒരു ജോലി ഉണ്ടാകട്ടെ, നന്നായിട്ട് സെറ്റിൽഡ് ആവട്ടെ എന്നൊക്കെ വിചാരിച്ചാണ് പലപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ വിവാഹം ഒത്തിരിയേറെ വൈകി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദൈവവിളികൾ പലപ്പോഴും വൈകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ എവിടെയോ വായിച്ചോ ആരോ പറഞ്ഞതായിട്ടുള്ള ഒരു ഡോക്ടർ പങ്കുവച്ചൊരു കാര്യമാണിത്. ഞാൻ ഓർക്കുന്നൊരു കാര്യം, ഒരു പുരുഷന്മാരെ സംബന്ധിച്ച് അത്രത്തോളം പ്രശ്നമില്ല. ഒരു യുവതി പ്രായപൂർത്തിയാകുന്ന, അല്ലെങ്കിൽ അവൾക്ക് ആദ്യമായിട്ട് ആ ഒരു പീരീഡ്സ് ആവുന്ന സമയത്താണ് അവളിൽ അണ്ടോത്പാദനം ഉണ്ടാകുന്നതും ആ അണ്ടോത്പാദനം ഓരോ ദിവസവും കുറഞ്ഞു വരുന്നു. അണ്ടം ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അത് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നതാണ് ഓരോ മാസവും. പിന്നീട് അത് ഇല്ലാതായി വരുമ്പോൾ അവസാനം എത്തുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. അവിടെയാണ് അവരുടെ പീരീഡ്സ് തീരുന്നത് ഓരോ സ്ത്രീകളുടെയും. അങ്ങനെ അപ്പോൾ ഒത്തിരി വൈകി വിവാഹം കഴിക്കുമ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ആ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നു. ഇന്ന് കുടുംബങ്ങളിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ. ഇന്ന് വിവാഹം കഴിക്കുന്നവരിൽ ഒരു 40-50% വരെയൊക്കെ ചിലപ്പോഴൊക്കെ കുഞ്ഞുങ്ങളില്ലാതെ ജീവിക്കുന്ന ദമ്പതികളുടെ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ കടമ എന്താണെന്ന് തിരിച്ചറിയും. ഏറ്റവും പ്രധാനപ്പെട്ട എങ്ങനെയാണോ സുവിശേഷം പ്രഘോഷിക്കാൻ നമ്മൾ ഓരോരുത്തരും കുടുംബങ്ങളെ ഏൽപ്പിച്ചത്, അതിനനുസരിച്ച് നമുക്ക് കുടുംബത്തിൽ സുവിശേഷം പ്രഘോഷിക്കേണ്ടവരായിട്ട് മാറേണ്ടിയിരിക്കുന്നു എന്ന് നമ്മളെ ഓർപ്പിക്കുന്നതാണ്. ദൈവത്തെ ആരാധിക്കുന്ന കുടുംബമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം മാറണം. സാമുവേലിന്റെ 1-ാം പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു. എൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിനു ശേഷം റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങി. എൽക്കാന തന്നെ പ്രാപിക്കുകയും കർത്താവളെ അനുസ്മരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, വീണ്ടും വിശുദ്ധ ബലിയിലേക്കാണ് ഈ വചനം നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നത്. എൽക്കാനയും കുടുംബം അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ച ശേഷം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം കർത്താവിനെ നിരന്തരം ആരാധിക്കുന്ന കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറണം. അതിൽ നിന്ന് ഒരു ദിവസം പോലും നമ്മുടെ കുടുംബങ്ങൾ മാറാൻ പാടില്ല. ഏറ്റവും വലിയ ആരാധനയാണ് വിശുദ്ധ ബലി എന്ന് പറയുന്നത്. കർത്താവ് നമുക്കായിട്ട്, നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഒരുക്കി ആ വിശുദ്ധ ബലിയുടെ അനുസ്മരണം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബം ഒരുമിച്ച് ആ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനുള്ള ശ്രമം നമ്മുടെ കുടുംബത്തിൽ എന്നും ഉണ്ടാകണം. എല്ലാ ദിവസവും കിടന്നുറങ്ങുമ്പോൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു പ്രാർത്ഥന ഇതായിരിക്കണം: കർത്താവെ, അടുത്ത ദിവസം എന്റെ കുടുംബത്തിൽ ഒരുമിച്ച് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനുള്ള കൃപ തരണമേ എന്നുള്ളത്. അങ്ങനെ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുമെങ്കിൽ പിറ്റേ ദിവസം പങ്കെടുക്കാനുള്ള ബലിയെ ഓർത്തെങ്കിലും ഇന്ന് ഈ ദിവസം പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു ശ്രദ്ധയും ഒരു കരുതലും അന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വർഷങ്ങൾക്ക് മുമ്പ് 2014 എനിക്ക് തോന്നുന്നു,
ഏഹ് ഏഹ് ഒരു ദിവസം എനിക്ക് ആദ്യമായിട്ട് ശാലോമിൽ പോകാനുള്ള ഒരു അവസരം കിട്ടി. അന്ന് നമ്മുടെ സ്നേഹബഹുമാനപ്പെട്ട ജോർജ് പനക്കൽ അച്ഛന്റെ ഒരു ടോക്ക് നമ്മുടെ ക്രിസ്ത്യനിലെ സന്തോഷ് ചേട്ടൻ കൊണ്ടു തന്നിട്ട് എന്നോട് പറഞ്ഞു, മകനെ നീ ഒന്ന് കോഴിക്കോട് പേരാമ്പ്ര പോയിട്ട് ഇതൊന്ന് കൊടുത്തിട്ട് വരാമോ, അടുത്ത ദിവസങ്ങളിൽ ഇത് ഇപ്പൊ ഇത് ടി വിയിൽ കാണിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞ് എന്നെ തന്നു. ഞാൻ ശാലോമിൽ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ചെല്ലുന്നത്, ശാലോം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ചെന്ന് കാണാനും അവിടെ ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ ആഗ്രഹമുള്ളവരായിരിക്കും എല്ലാ ശുശ്രൂഷകരായിട്ടുള്ള എല്ലാവർക്കും. അപ്പൊ ആദ്യമായിട്ട് അവിടെ ചെന്ന് ഞാൻ ബെന്നീസ് ചേട്ടനെ കണ്ട് ഇതൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച ഒരു കാര്യം, എനിക്ക് രാവിലെ എത്തിയപ്പോൾ വൈകി, കുർബാന കിട്ടിയില്ല, രാത്രി എനിക്ക് ഒത്തിരി വൈകിയേ പോകാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചൊരു കാര്യം, ഇന്ന് ഇവിടെ കുർബാന ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് എനിക്ക് അടുത്ത് എവിടെയാണ് കുർബാനയുള്ളത് എന്നൊന്ന് കണ്ടുപിടിക്കും. അപ്പൊ അടുത്ത പ്രദേശത്തും കുർബാന ഇല്ല, രാവിലെ ഉള്ളൂ, രാവിലെ എല്ലായിടത്തും കുർബാന കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ എവിടെ ഉള്ളതെന്ന് അവർക്കും അറിയില്ല. ഞാൻ അവിടെ നിന്ന് ബസ് കയറി അങ്കമാലിയിൽ വന്ന് 6:15 6:10 അങ്കമാലി സ്റ്റാൻഡിൽ വന്നിറങ്ങിയത്. 6:15 അങ്കമാലിയിലെ LF ഹോസ്പിറ്റലില് കുർബാനയ്ക്ക് പോയി. അന്ന് എനിക്ക് അതിന് വേണ്ടി ആ ബസ്സിൽ ഇരുന്നിട്ട് ഞാൻ മുഴുവൻ സമയം പ്രാർത്ഥിച്ച ഒരു കാര്യം പറയാം, കർത്താവെ 6:15 മുമ്പ് എനിക്ക് അങ്കമാലിയിൽ എത്തണം. അപ്പോൾ അന്നത്തെ എന്റെ ബലി നഷ്ടപ്പെടും, എനിക്ക് കർത്താവിനെ ആരാധിക്കാൻ കിട്ടുന്ന വലിയൊരു അവസരം എനിക്ക് നഷ്ടപ്പെടും ഒരു പേടി എന്റെ ഉള്ളിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന കുടുംബമായിട്ട് നമ്മുടെ ഇവിടുത്തെ കുടുംബം മാറണം. സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്ന കുടുംബമായിട്ട് നമ്മുടെ ഓരോരുത്തരും കുടുംബങ്ങൾ മാറേണ്ട സമയം അധികരിച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 10:2 ഇങ്ങനെ പറയുന്നു, അവനും കുടുംബവും ദൈവഭയവും ഭക്തിയുമുള്ളവരായിരുന്നു. അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു. കൊർന്നേലിയസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പത്രോസ്ലീഹ ചെന്നിട്ട് പിന്നീട് ഓർക്കണം, അവൻ ഈ വചനം വായിക്കുന്ന സമയത്തല്ല, ഈ വചനം അവിടെ എഴുതി വെക്കുമ്പോൾ കൊർന്നേലിയസ് മാമോദിസ സ്വീകരിച്ചിട്ടില്ല. പിന്നീട് പത്രോസിലേക്ക് ചെല്ലുമ്പോഴാണ് അവർക്ക് മാമോദിസ കൊടുക്കുന്നത്. അവരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് കണ്ടിട്ട് ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് 15 ഇങ്ങനെ പറയുന്നു, ഞാൻ അവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുമ്പ് നമ്മുടെ മേൽ എന്നതുപോലെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന് പത്രോസിലേക്ക് പറഞ്ഞു വെക്കുകയാണ്. അത് കണ്ടിട്ട് പത്രോസിലേക്ക് അവർക്ക് മാമോദിസ, അവിടെ കൂടിയിരുന്നവരൊക്കെ മാമോദിസ വെക്കുന്നുണ്ട്. അവരുടെ ഉള്ളിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തെ പത്രോസിലേക്ക് ചെന്ന് പകർന്നു കൊടുക്കും. അവർ സ്വർഗത്തിന്റെ അനുഭവത്തിൽ തന്നെയാണ് ജീവിച്ചിരുന്നത്. പറയുകയാണ്, അവന് കുടുംബവും ദൈവവും ഭയവും ഭക്തിയും ഉള്ളവരായിരുന്നു. തിന്മയെ വെറുക്കുന്ന ഒരു കുടുംബമായിരുന്നു. ദൈവത്തിന്റെ സ്നേഹം നഷ്ടപ്പെട്ട ഭയമുള്ള കുടുംബമായിരുന്നു. അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്തു. അവനുള്ളതെല്ലാം പങ്കുവെച്ചു കൊടുക്കാനുള്ള ഒരു സന്നദ്ധമായിരുന്നു. ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നും ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു കൊർന്നേലിയസിന്റെ. നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനത്തിന്റെ പുസ്തകത്തിൽ നാം കാണുന്ന കൂട്ടായ്മയുടെ ക്ലാസ്സിൽ നാം കണ്ടു, അവർ അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയിൽ, ആ പ്രാർത്ഥനയിൽ, അപ്പം മുറിക്കലിൽ ഒക്കെ നിരന്തരം പങ്കുചേർന്ന് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് വളർന്നു വന്നു എന്നുള്ളത് നാം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കൊർന്നേലിയസിന്റെ കുടുംബവും അങ്ങനെ നിരന്തരം ദൈവത്തിന്റെ രാജ്യത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്ന കുടുംബമായിട്ട് വളർന്നു വന്ന ഒരു കുടുംബമായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം ഇങ്ങനെയുള്ള കുടുംബമായി തീരണമെന്നാണ് ഇന്ന് ഈ ദിവസം ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവഭക്തിയുള്ള, നമുക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കായി പങ്കുവെച്ചു കൊടുക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ആ ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതി ദൈവത്തിന്റെ മക്കളെ മുഴുവൻ സ്നേഹിക്കുന്ന, അവരെ ശുശ്രൂഷിക്കുന്ന ദൈവരാജ്യത്തിന്റെ മക്കളായിട്ട് മാറാൻ നമ്മൾക്കും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ദൈവം നിങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട ജനി ഒത്തിരി സ്നേഹത്തോടും താല്പര്യത്തോടും കൂടി ഞങ്ങളുടെ കുടുംബജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. പ്രത്യേകമായി നന്ദി പറയാം. കുടുംബജീവിതത്തിന്റെ പ്രാധാന്യവും നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെ ഒരു മിഷണറി കുടുംബമാകണം എന്നീ കാര്യങ്ങളൊക്കെ ജനി പങ്കുവെച്ചു തന്നു. പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. മിനി ചേച്ചി, നമുക്കൊരു പാട്ട് പാടാം. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം, എൻ കരളിൽ കാക്കും ഒരു നിധിയായി നിന്നെ നിറവോടെ കരുതും പിരിയാതെ നിന്നെ. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം, ഒരു മകനായി മകളായി നിന്മാറിൽ ഞാനും ശാന്തമായി ഉറങ്ങിയിടും നേരം. ഒരു മകനായി മകളായി നിന്മാറിൽ ഞാനും ശാന്തമായി ഉറങ്ങി
ജീവിതം നിന്നിൽ ധന്യമായി തീരാൻ ഉറങ്ങാതെ ഉണർവോടെ കരുതും നിൻ കരങ്ങൾ. എൻ ജീവിതം നിന്നിൽ ധന്യമായി തീരാൻ ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം. താങ്ക് യു മിജുച്ചി. പ്രിയമുള്ളവരെ, നമ്മളിനി മിഷനിലെ ചില അനുഭവങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് രണ്ട് കുടുംബങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോഴൊരു വെസ്റ്റ് ബംഗാളില് ഈശോയെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ഷിജുവിന്റെ കുടുംബവുമായിട്ട് ഒരല്പനേരം സംസാരിക്കാമെന്ന് കരുതുകയാണ്. ഷിജു, കേൾക്കാമല്ലോ? കേൾക്കാം. ആ ഞങ്ങളെ എല്ലാരും കൂടി ഒന്ന് കാണിക്കാൻ പറ്റുമോ? എല്ലാരും കൂടി ഇല്ല, ഒരു പേര് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഞാൻ ആദ്യം ഷിജുവിനോട് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഷിജു പലപ്പോഴും ഒറ്റയ്ക്ക് പല സ്ഥലങ്ങളിലും പോയിട്ട് ഈശോയെ പ്രഘോഷിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം കുടുംബം ഒന്നാകെ പോയത്. ഷിജുവിന് എന്താണ് പ്രത്യേകമായിട്ടൊരു അനുഭവം തോന്നുന്നത്? ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരുപാട് നമുക്ക് സ്വാതന്ത്ര്യം, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കാം. പക്ഷെ കുടുംബം ഒരുമിച്ച് പോകുമ്പോൾ നമ്മളോടൊപ്പം ജീവിക്കുന്ന ആളുകളും ഈ ചെയ്യുന്ന സുവിശേഷത്തിന്റെ പ്രവൃത്തിയെ മനസ്സിലാക്കുകയും അവരും ഈ സുവിശേഷ പ്രഘോഷണത്തിൽ സജീവമാകുകയും ചെയ്യുന്നു. അങ്ങനെ കുടുംബം മുഴുവൻ സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് സജ്ജരാകുകയാണ്. കുഞ്ഞുങ്ങളൊന്നും മുഴുവൻ അറിയത്തുണ്ടാവില്ല, കാര്യങ്ങൾ പറയുന്നതെല്ലാം മുഴുവൻ മനസ്സിലാവില്ലായിരിക്കാം. പക്ഷെ എങ്കിലും കൂടെ വരുമ്പോൾ, ചേട്ടാ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തേ. ഓക്കെ. കൂടെ അവരെല്ലാം ഈ ദിവസങ്ങളോട് ഒരുമിച്ചായിരിക്കുമ്പോൾ അവരും ഈ സുവിശേഷത്തിന്റെ അനുഭവത്തിലേക്ക് വളരാനായിട്ട് പരിശ്രമിക്കും. നമുക്ക് പ്രായോഗികമായ ധാരാളം ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഉണ്ടാകാം. എങ്കിലും അതിനെല്ലാം അപ്പുറം ഒരു കുടുംബം എന്ന നിലയിൽ ഒരുമിച്ച് സുവിശേഷത്തിന് വേണ്ടി യാത്ര ചെയ്യാൻ, ഒരുമിച്ച് മറ്റുള്ളവരുടെ അടുത്ത് പോയി ഈശോയെ കുറിച്ച് പങ്കുവെക്കാനുള്ള അവസരം, അത് നമുക്ക് കൂടുതൽ ശക്തിയും സന്തോഷവും കൃപയും തരുന്നു. നമ്മുടെ കുടുംബങ്ങളെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ പങ്കുവെക്കാം. ഈ നമ്മുടെ ക്രൈസ്തവ കുടുംബത്തെ കുറിച്ചുള്ള ഷിജുവിന്റെ പ്രതീക്ഷ. ക്രൈസ്തവ കുടുംബത്തെ കുറിച്ച് സഭയുടെ പ്രതീക്ഷ ഓരോ ക്രൈസ്തവ കുടുംബങ്ങളും മിഷണറി കുടുംബങ്ങളാകണം എന്നുള്ളത് തന്നെയാണ്. കാരണം ആ പ്രേക്ഷിത ദൗത്യം നിർവഹിക്കാനായിട്ടാണ് സഭയിൽ കർത്താവ് നമ്മളെ ചേർത്തത് മാമോദീസയിലൂടെ. അപ്പം കുടുംബം എന്ന നിലയിൽ ഒറ്റയ്ക്ക് നമ്മൾ സുവിശേഷം പ്രഘോഷിച്ച് നമ്മൾ പോവുകയാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴാകട്ടെ, യൂത്ത് ആയിരിക്കുമ്പോഴായിരിക്കട്ടെ, ജോലി ചെയ്യുമ്പോഴെല്ലാം നമ്മൾ നമ്മുടെ സുവിശേഷത്തിന്റെ മാതൃക പിന്തുടരുന്നുണ്ട്. ഞാൻ ഓർക്കുന്നത് ഇന്ന് കോട്ടയത്ത് നിന്ന് വന്ന് കണ്ട ഒരു വാർത്ത നിങ്ങളൊക്കെ വായിച്ചിട്ട് കാണും. കണ്ണു കാണാൻ പാടില്ലാത്തൊരു ലോട്ടറി ഒരു ചേച്ചി, ആ ചേച്ചിയുടെ പേര് ഞാൻ മറന്നു. ആ ചേച്ചിയുടെ അടുത്ത് നിന്ന് ലോട്ടറി ഇങ്ങനെ മോഷണം പോകുന്ന അറിഞ്ഞിട്ട് പെൻ ക്യാമറ വെച്ച് ആ ചേച്ചി മോഷ്ടിച്ച ആളെ കണ്ടുപിടിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇതെല്ലാം ഇതിൽ റെക്കോർഡറാണ്, ഞാൻ കേസ് കൊടുക്കാം. എന്നിട്ട് അവസാനം അവർ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, കാരണം ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന ആളാണ്. ആ സുവിശേഷം എന്നോട് ക്ഷമിക്കാനും സ്നേഹിക്കാനും കരുണ കാണിക്കാനും ഒക്കെയാണ് എന്നോട് പറയുന്നതെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഓരോ ക്രൈസ്തവ വ്യക്തിയുടെയും ഉത്തരവാദിത്വം അത് തന്നെയാണ്. കുടുംബമാകുമ്പോൾ ഒറ്റയ്ക്കായിരുന്ന ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുകയാണ്. കൂടെ ഒരാളും കൂടെ സുവിശേഷ പ്രഘോഷണ പ്രക്രിയയിൽ പങ്കുചേരുന്നത് ജീവിത പങ്കാളി. മക്കൾ ഓരോരുത്തരും വരുമ്പോൾ ആ ടീം വലുതാവുകയാണ്, കൂടുതൽ കൂടുതൽ വിശാലമാവുകയാണ്. അങ്ങനെ കുടുംബം വലുതാകുന്നതനുസരിച്ച് ഒരു പ്രേക്ഷിത മിഷണറി ടീം സജീവമാവുകയാണ്. അപ്പൊ അത്തരത്തിൽ വളരുന്ന കുടുംബം, അങ്ങനെ ദൈവത്തിന്റെ പ്രതീക്ഷയുള്ള കുടുംബം ലോകത്തിൽ എല്ലായിടത്തും മിഷണറി കുടുംബമായും സകലരോടും സുവിശേഷം പങ്കുവെക്കാൻ കഴിവുള്ള വിവിധ ദൈവവിളികളിലൂടെ തങ്ങൾക്ക് ലഭ്യമായ ദൈവിക അനുഭവങ്ങൾ, ദൈവ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനും ക്രൈസ്തവ കുടുംബം തയ്യാറാകും. തീർച്ചയായും നമ്മുടെ വിളി അത് തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സിജു. ഇനി നൈസലിനോടാ ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒരു കുടുംബിനി, വീടിന്റെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. പലപ്പോഴും ഇദ്ദേഹം മിഷനിലേക്ക് പോയിട്ട് വീട്ടിലേക്ക് എത്താൻ മാസങ്ങളൊക്കെ എത്താറുണ്ട്. ഇന്ന് വേറൊരു പ്രത്യേകത, ഇന്ന് എല്ലാവരോടും ഒന്നിച്ച് മിഷനിൽ പോകാൻ പറ്റും. എന്തു തോന്നുന്നു?
ഇങ്ങനെ മിഷനിൽ ഒന്നിച്ചു പോകാൻ പറ്റിയപ്പോ? എനിക്ക് സന്തോഷം തോന്നുന്നു. പിന്നെ പിള്ളേർക്കായാലും മിഷന് പോയി എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒത്തിരി പ്രാർത്ഥിക്കാൻ പറ്റുന്നു. ഇനിയും ഇതുപോലെ അവസരം ലഭിച്ചാൽ ഒന്നിച്ച് പോകണമെന്നുണ്ടോ? അതുകൊണ്ട് എല്ലാ വർഷവും പോകണമെന്ന് ആഗ്രഹമുണ്ട്. കുടുംബസമേതം. നമുക്ക് പ്രത്യേകമായിട്ട് അവസരം ഉണ്ടാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനൊരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ ഇതിന്റെ ഇടയ്ക്ക്? ആ അപ്പോ എന്റെ ചോദ്യം ഞാൻ ഉദ്ദേശിച്ച് ചോദിക്കാൻ കഴിയുന്ന ചോദ്യം ഇതാണ്. നമുക്കറിയാം നമ്മൾ സ്വർഗത്തിലേക്ക് എത്തി. സ്വർഗത്തിലെത്തിയിട്ട് തമ്പുരാൻ പറഞ്ഞു നിങ്ങൾ ഒന്നുകൂടെ ലോകത്തേക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ ഭാര്യയാക്കാം, ഭർത്താവായി സ്വീകരിക്കാം. നൈസലിനോട് ഇങ്ങനെ പറഞ്ഞ് ആരെ ഭർത്താവായി വേണമെന്ന് ചോദിച്ചാൽ നൈസൽ എന്തായിരിക്കും ഉത്തരം കൊടുക്കുക? ഷീച്ചാനെ തന്നെ മതി എന്ന് പറയുള്ളൂ. അതെ, അത് നമുക്കറിയാം. നമ്മൾ മരിച്ചു കഴിഞ്ഞ വീട്ടിൽ തിരിച്ച് ലോകത്തേക്ക് വരുന്നില്ല, നമ്മൾ കർത്താവിനോട് കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ കുസൃതി ചോദ്യം എന്ന് പറയാൻ കാരണം. ആ കുടുംബങ്ങളുടെ ഐക്യവും യോജിപ്പുമാണ് സൂചിപ്പിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാര് എപ്പോഴും വളരെ സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നിച്ചു പോകണം എന്നാണല്ലോ കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പൊ പ്രത്യേകമായി നന്ദി പറയാണ്. മോനോട് ചോദിക്കാൻ പോവാ. ആഞ്ചലോ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. റിസൾട്ടൊക്കെ വന്നു. ആഞ്ചലോയ്ക്ക് അറിയാലോ, നമ്മുടെ ആഞ്ചലോയുടെ കൂടെ പഠിച്ചിരുന്നവരൊക്കെ ഇപ്പൊ അടിപൊളിയായിട്ടൊക്കെ ഇവിടെ ആഘോഷിച്ച് നടക്കുന്ന സമയമാണ്. ആഞ്ചലോ എന്നാൽ മിഷനിലെത്തി. ഈ മിഷനിലെത്തി കഴിഞ്ഞപ്പോഴേ ആഞ്ചലോയ്ക്ക് എന്ത് തോന്നുന്നു? നാട്ടിലായിരിക്കുന്നതായിരുന്നോ എന്നല്ല, മിഷനിലായതാണോ ആഞ്ചലോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം? പങ്കുവെക്കാം. എനിക്ക് ആദ്യം മിഷനിൽ വരാൻ താല്പര്യം ഉണ്ടായില്ല. പിന്നെ അപ്പനും അമ്മയും നിർബന്ധിച്ചപ്പോ അതിൻ്റെ കൂടെ വന്നു. ഇപ്പൊ മിഷൻ വന്നപ്പോ നല്ല അനുഭവം ഉണ്ടായി. ദൈവത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചു. ഓക്കെ, ആഞ്ചലോ ഇപ്പം പല കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുത്തില്ല. ഭാവിയിൽ ആരായി തീരണമെന്നാണ് ആഞ്ചലോ ആഗ്രഹിക്കുന്നത്? ആഗ്രഹമാണല്ലോ. അച്ഛനാണ് ആഗ്രഹം. അത് നമുക്ക് പ്രാർത്ഥിച്ച് എടുത്ത കർത്താവ് ആ മേഖലയിലേക്ക് നമുക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ മിഷണറി വൈദ്യനാകാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഓരോരുത്തരും വ്യക്തിപരമായിട്ട് എടുക്കേണ്ട തീരുമാനം കൂടിയാണ് കേട്ടോ. അതെ, അപ്പച്ചനും അമ്മച്ചിയൊക്കെ പറഞ്ഞിട്ട് എടുക്കേണ്ടതല്ല, നമ്മൾ സ്വന്തമായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. വൈദികനാകണമെങ്കിൽ വൈദികനാകാൻ വിവാഹം കഴിക്കണമെങ്കിൽ അവരോട് പങ്കുവെക്കുകയും ചെയ്യാം. അപ്പം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. കൂടെയുള്ള സഹോദരങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. മക്കളെ ഭക്ഷണത്തിലൊക്കെ ആണല്ലോ. അവിടെ പ്രത്യേകമായി 3 പേർക്ക് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇനി നമുക്ക് ജെനിയുടെ കുടുംബത്തിലേക്ക് പോവാം. ജെനി, കേൾക്കാനല്ലേ? കേൾക്കാം. ഓക്കെ, താങ്ക് യു. കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. മറ്റു പിള്ളേര് അവര് ഭക്ഷണം കഴിക്കുകയാണോ മക്കള്? എല്ലാവരും ഒന്നിച്ച് കാണാൻ പറ്റുന്നത് എനിക്ക് കിടന്നുറങ്ങാൻ പോയിട്ട് അച്ഛൻ. അപ്പൊ നമ്മൾ ഇച്ചിരി ഒച്ചട കഴിഞ്ഞാൽ ശരിയാ. അപ്പൊ ജെനി നമുക്കറിയാം കുറെ സ്ഥലങ്ങളിലൂടെയൊക്കെ മിഷന് പോയിട്ടുണ്ട് ഈ കാലഘട്ടത്തിനകത്ത്. അപ്പം ഇതിലിപ്പോ ഞങ്ങളോട് കുറെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്തല്ലോ. ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേ നമ്മുടെ ദൈവം ഇന്നും സജീവനായി ജീവിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവാണ് സുവിശേഷ പ്രഘോഷണം നമ്മളെ പ്രാപ്തരാക്കുന്നുള്ള അനുഭവം ഉണ്ടായില്ല. അങ്ങനത്തെ ഏതെങ്കിലും ഒരു അനുഭവം പങ്കുവെക്കാവോ? ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മള് പഞ്ചാബിലായിരുന്നല്ലോ. നമ്മളെല്ലാവരും പഞ്ചാബിലായിരുന്നു. നമ്മളെല്ലാവരും എന്ന് പറയാനുള്ള കാരണം നമ്മളെല്ലാവരും പഞ്ചാബിലായിരുന്നതുകൊണ്ടാണ്. കാരണം വെച്ചാൽ ഹോളിഹോം കുടുംബങ്ങൾ മുഴുവനും പഞ്ചാബിലായിരുന്നു. കാരണം ഒരു തരത്തിലല്ലെങ്കിൽ വെച്ചാൽ ഭൗതികമായിട്ടാണോ അല്ലെങ്കിൽ ആത്മീയമായിട്ടായിരുന്നു ഒരുമിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇരുന്ന് വെച്ചാൽ ഞങ്ങള് ബോജിയ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഇരിക്കുമ്പോൾ അവിടെയുള്ള അരുണച്ചൻ ഞങ്ങളോട് പറഞ്ഞു, ഇന്ന് ദിവസം നമുക്ക് അടുത്തുള്ളൊരു ചവാൽ എന്നൊരു സ്ഥലത്ത് പോകാനുണ്ട്. അവിടെ ഒരു 3-4 കുടുംബങ്ങളുണ്ട്, അവിടെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ബോജിയയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഷീജനോട് ഞാൻ പറഞ്ഞു, ഷീജന ഇവിടെ നിൽക്ക്, ഞാനും അപ്പൊ കൗൺസിലിംഗ് കാര്യങ്ങൾ നടത്തണം, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാനും ജെയിംസ് ഏണ്ണും ബേബിച്ചേട്ടനും കൂടി പോകാം, അച്ഛനും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അന്ന് പിന്നെ ഷീജന പറഞ്ഞു, അന്ന് നീ അങ്ങനെ ചെയ്തോ,
കുഴപ്പമില്ല, അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുടുംബത്തിൽ ചെന്നു. അപ്പൊ അവിടെ ആ മകള് മാത്രമേ ഉള്ളൂ, വെച്ചാൽ മരുമകളാണ് അവിടെ. അവിടെ ഇരുന്ന് ഞങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഒരു 1.5 മണിക്കൂറോളം പരിശുദ്ധാത്മാവ് ഓരോ കാര്യങ്ങളും സംസാരിച്ചു. അച്ഛനും അതിശയിച്ചു. അച്ഛനിലൂടെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അച്ഛനും ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു അങ്ങനെ ഒരു ഇതുണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ സംസാരിച്ച് ശരിക്കും പറഞ്ഞ ആ മകളെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. 2 പ്രാവശ്യം അതിനോട് ശ്രമം നടത്തി ആകെ വലിയ വിഷമത്തിൽ നിൽക്കുന്ന ഒരു സമയം. ആ സമയത്ത് കൃത്യമായിട്ട് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായത് കാണാൻ സാധിച്ചു. പരിശുദ്ധാത്മ നയിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അതോടൊപ്പം അത് മാത്രമല്ല, അതിനുവേണ്ടി തെളിവായിട്ട് അവളുടെ ജീവിതം അവൾ പറഞ്ഞൊരു കാര്യം, എന്റെ ജീവിതത്തില് എന്റെ മാതാപിതാക്കളോട് പോലും പറയാത്ത എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ വെളിപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് പേരടക്കം പറയുന്ന ഒരവസ്ഥ അവിടെ വെച്ച് കാണാൻ സാധിച്ചു. അപ്പൊ നമ്മൾ നിരന്തരം നയിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. അത് എന്നും എവിടെയും എപ്പോഴും ഈ ഇന്നിന്റെ അനുഭവമാണ്. പെട്ടെന്നുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഇന്ന് ഞങ്ങള് ഇവിടെ ഭക്ഷണത്തിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം വയറിന് എല്ലാവർക്കും മാറ്റമുള്ള പ്രശ്നമാണല്ലോ. അപ്പൊ ഞങ്ങൾ ഇന്ന് സാമ്പാർ വെക്കാന്ന് വെച്ചാൽ ഞാനും ഷീച്ചാണ്ടും കൂടി മാർക്കറ്റിൽ പോയി. അവിടെ ചെന്ന് ഇപ്പൊ നമ്മുടെ നൈസ്ലേച്ചി വിളിച്ചപ്പോ പറഞ്ഞു നമ്മുടെ വാളംപുളി മേടിക്കണമെന്ന് പറഞ്ഞു. ആ വാളംപുളി മേടിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഷീച്ചാണ്ട് പറഞ്ഞു ഇതിങ്ങനെയുള്ള പേരുകളൊന്നും എനിക്ക് അറിയാൻ പാടില്ല ഹിന്ദിയിൽ പറയാൻ. അപ്പൊ അതുകൊണ്ട് ചേച്ചിയോട് പറയണം ഇങ്ങനെയുള്ള പേരുകളുള്ള സാധനങ്ങളൊന്നും പറയരുത് പറഞ്ഞേച്ചും. ഞാൻ അപ്പൊ കുറെ നേരം ആക്ഷൻ കാണിച്ചു. അയച്ച ആളോട് ഇങ്ങനെ വായിൽ വെള്ളം വരുന്നതായിട്ടും ഒക്കെ കാണിച്ചു. പക്ഷെ എന്നിട്ട് ഞാൻ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞ പ്രാർത്ഥന, ദൈവമേ എന്താ പറയണെന്ന് എനിക്കറിയില്ല, ദൈവമേ എന്താ ചെയ്യണ്ടേ, ഒരു പിടുത്തമല്ലേ, ഞങ്ങൾക്ക് കറി നന്നായിട്ട് വെക്കണമല്ലോ എന്ന് പറയച്ചും. ഇങ്ങനെ നാക്കിട്ട് അനക്കിക്കൊണ്ടിരിക്കുമ്പോ അറിയാതെ ഈ വായിൽ വാക്ക് വന്നു, ഇമിലി എന്നുള്ള വാക്ക്. ശരിക്കും പുളിക്ക് പറയുന്നത് ഇമിലി എന്നാ. ആ ചേട്ടനോട് പറഞ്ഞു. ആ ചേട്ടൻ കൃത്യമായിട്ട് ആ സാധനം എടുത്തുകൊണ്ട് തരുകയും ചെയ്തു. അപ്പൊ ഷിജന പറഞ്ഞു പെട്ടെന്ന് കിട്ടിയൊരു വാക്കായി പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മളെ നിരന്തരം പരിശുദ്ധാത്മാവ് നയിച്ചുകൊണ്ടായിരിക്കും. അപ്പൊ അത് നമുക്ക് അനുഭവമാണ് നിരന്തരം. മനസ്സിലാ? താങ്ക് യു. നമ്മൾ തമ്പുരാനോട് ചേർന്ന് ഇരിക്കുമ്പോൾ തമ്പുരാൻ നമ്മളെ വഴി നടത്തിക്കൊണ്ട് പോകുന്ന വലിയൊരു അനുഭവമാണ് ഇനി പങ്കുവെച്ചത്. ഇനി ഒത്തിരി നന്ദി പറയാണ്. മിസ്സിന്റെ അടുത്തേക്ക് വരികയാണേ. അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശില് ഇങ്ങനെ പോയി. അപ്പൊ നിങ്ങൾ കുടുംബം മാത്രമായിരിക്കും. പിന്നെ 5 കുടുംബങ്ങൾ ഒന്നിച്ചു പോയല്ലോ. എന്തു തോന്നുന്നു 5 കുടുംബങ്ങൾ ഒന്നിച്ചു പോയപ്പോഴുള്ള പ്രത്യേകതയും അന്ന് പോയതും തമ്മിലുള്ള വ്യത്യാസവും പങ്കുവെക്കാവും? അന്ന് ഞങ്ങള് അത് തന്നെയാണല്ലോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ തവണ എല്ലാവരും കൂടി പോയപ്പോ എല്ലാവരും നല്ല സന്തോഷമായിരുന്നു. പിന്നെ ഓരോ ഗ്രൂപ്പ് ആയിട്ടാണ് പോയത്. അപ്പൊ നമുക്ക് എല്ലാവരുടെയും കൂടെ ഓരോ വീട്ടിലും പോവാനും അങ്ങനെ എല്ലാം സാധിച്ചു. നല്ല അനുഭവമായിരുന്നു. നല്ലൊരു കൂട്ടായ്മ നമുക്ക് കാണാൻ പറ്റി. ഞങ്ങൾക്കറിയാം നിങ്ങൾ നല്ല മാതൃകാ ദമ്പതിമാരാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. പലരും പറഞ്ഞും കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ നമ്മുടെ അവിടെയുള്ള അമ്മമാരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അവരുടെ ജീവിത രീതിയൊക്കെ കണ്ടുപിടിച്ചപ്പം അവരിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഒന്നിരട്ട കാര്യം പറയാമോ? അവിടെ നമ്മള് ബോജിയയിൽ പോയ ഗ്രാമത്തിലാണെങ്കിലും നല്ല സ്നേഹമാണ്. അമ്മമാർക്ക് മാത്രമല്ല അവിടെയുള്ള എല്ലാ മനുഷ്യർക്കും ഒരു പ്രത്യേക സ്നേഹമായിരുന്നു. നമ്മുടെ എല്ലാ വീട്ടിലും ചെന്നാലും അവര് ചായയൊക്കെ കുടിപ്പിച്ചിട്ട് നമ്മളെ വിടുള്ളൂ. അപ്പൊ നമ്മള് ഏകദേശം ഒരു അരമണിക്കൂർ കുറഞ്ഞതെങ്കിലും അവിടെ ഇരിക്കണം. കാരണം പറഞ്ഞാൽ അവര് നമ്മൾ ചെന്നിട്ടേ ഭക്ഷണം ഉണ്ടാക്കുള്ളൂ. ചപ്പാത്തി ആണെങ്കിലും പിന്നെ ചോറാണെങ്കിലും ഒക്കെ. ഇത് കഴിഞ്ഞിട്ടാണ് അവര് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അവര് ചായ കുടിക്കാൻ ചായ അടപ്പത്ത് വെക്കാൻ പോവുള്ളൂ. അപ്പൊ ആ സമയം മുഴുവൻ നമ്മൾ ആ വീട്ടിലിരിക്കണം. ആ സമയത്ത് നമ്മുടെ മക്കളുമായിട്ട് അവര് കൂടുതൽ ഇടപഴകുമ്പോ ഈ മക്കളുടെ വർത്തമാനവും സ്നേഹപ്രകടനങ്ങളും പ്രത്യേകിച്ചും 4മത്തവള് എല്ലാവരുമായിട്ട് കൂടും
അവരുടെ അടുക്കളയിലാണെങ്കിലും എല്ലാം അവിടുത്തെ പോയി അവിടെ ആരെങ്കിലും വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും ചെന്നൊന്ന് തൊട്ടുകൊണ്ട് വരും. അപ്പൊ അവർക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹമായിരുന്നു നമ്മളോട്. അപ്പൊ അത് നമുക്ക് നല്ലൊരു അനുഭവമായിരുന്നു. താങ്ക് യു. ഞാൻ ഏതായാലും മോളോടൊന്ന് ചോദിക്കാൻ പോകണേ. മോൾക്ക് ആദ്യം അഭിനന്ദനങ്ങൾ ആശംസിക്കുകയാണ്. മോളുടെ ഞാൻ പേര് പെട്ടെന്ന് മറന്നുപോയി. മോളുടെ പേരൊന്ന് പറയണം. അന്ന. അന്ന. ഓക്കെ. മോള് ഏതായാലും മധ്യപ്രദേശില് ഈ സുവിശേഷ പ്രഘോഷണമായിട്ടൊക്കെ കടന്നു ചെന്നിട്ട് സ്കൂളിലെത്തിയപ്പം അവരുമായിട്ട് ഇതിനെ കുറിച്ച് പങ്കുവച്ചിരുന്നല്ലോ. അവരെന്ത് പറഞ്ഞു? അന്നേരം മോളോ ഇങ്ങനെ പോയതിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? കൂട്ടുകാരികൾ എന്തൊക്കെ പറഞ്ഞു? അമ്മ അന്ന് പ്രഗ്നന്റ് ആയിരുന്നല്ലോ. അപ്പൊ അവര് ചോദിച്ചോ, അമ്മയുടെ വീട്ടില് വാവ ഉണ്ടായിരുന്നപ്പോ നിങ്ങൾ ഇങ്ങനെ പോയല്ലോ, നിങ്ങള് ഈശോനെ പറയാൻ വേണ്ടിട്ട് അവിടെയൊക്കെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മളറിയാം കോവിഡ് കാലത്താണ് പോയത്. അപ്പൊ പലർക്കും അത്ഭുതമായി തോന്നിക്കണം അല്ലേ? ഇവരെങ്ങനെ പോയി, അസുഖമൊക്കെ ഉള്ള കാലഘട്ടത്തിൽ എങ്ങനെ പോകുന്നൊക്കെ. തമ്പുരാനാണല്ലോ നമ്മളെല്ലാവരും സംരക്ഷിക്കുന്നത്. ഇപ്പൊ പരീക്ഷയൊക്കെ പാസ്സായി, ഭാവിയെ കുറിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ച് ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞു. നന്നായിട്ട് പ്രാർത്ഥിക്കാം, ഞങ്ങളും പ്രാർത്ഥിക്കാം. ഈ ഇവിടെ വന്നപ്പോൾ ഇപ്പൊ കുറെ അധികം കൂട്ടുകാരെ കിട്ടിയല്ലോ. കുട്ടികൾ എല്ലാവരും ഉണ്ടായിരുന്നു, പല കുടുംബങ്ങളെ കൂടി ഉണ്ടായിരുന്നു. അത് കൂടാതെ നമ്മൾ ചെന്ന മിഷൻ കേന്ദ്രങ്ങളിൽ ചെന്നപ്പം അവിടെയുള്ള കുടുംബങ്ങളിലെ സമപ്രായക്കാരായുള്ള കുട്ടികളുണ്ടല്ലോ, അവരുമായിട്ടൊക്കെ ഇടപെടുന്നതിന് ഭാഷയുടെ പ്രശ്നമായിരുന്നോ? ഭാഷ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇല്ലല്ലേ? അപ്പൊ തമ്പുരാൻ നമ്മളെ ഇങ്ങനെ സഹായിക്കുന്നുണ്ടല്ലേ? അതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം. നമ്മൾ കർത്താവിനോട് കൂടി ആയിരിക്കുകയാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ ഭാഷ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് ഭാഷയിലായിരുന്നു അവരോട് സംസാരിച്ചിട്ടിരുന്നത്? അവരോട് എല്ലാം സംസാരിക്കും. നമ്മൾ കുറെ ആംഗ്യ ഭാഷയിലായിരുന്നു. ഇംഗ്ലീഷും പറയുന്നുണ്ടായിരുന്നു. ഹിന്ദി സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഹിന്ദി പറയാൻ പറ്റുമായിരുന്നോ? കുറച്ചൊക്കെ. എന്നാലും തമ്പുരാൻ അവരുമായിട്ടൊക്കെ സംസാരിക്കാനുള്ള കൃപ തന്നു അല്ലേ? നമുക്ക് ഒത്തിരി സന്തോഷകരമായ അനുഭവമാണ്. നിങ്ങളോടൊക്കെ 2 കുടുംബങ്ങളോടും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പരിമിതി മൂലം നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകമായി എല്ലാവർക്കും നന്ദി പറയുന്നു. അനുജിറ്റിമാർക്കും അന്യന്മാർക്കൊക്കെ പ്രത്യേകം നന്ദി പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ജിജ ചേട്ടാ, നമുക്ക് തിരുഹൃദയ പ്രതിഷ്ഠ നടത്താം. ഓക്കെ. തിരുഹൃദയ പ്രതിഷ്ഠ. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നടന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും മാറൗസപിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോ മിശിഹായുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പൗലോസ് പത്രോസ് ശ്ലീഹന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയമുള്ളവരെ, നമ്മൾ കുറച്ച് സമയം നമ്മുടെ ഷൂബിന്റെ 4ാം ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട ചില അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഈ ബാച്ചില് ആൾക്കാർക്ക് വളരെ തിരക്കുള്ള സമയമായിരിക്കും. പ്രത്യേകിച്ച് അവധിക്കാലമായതുകൊണ്ട് ബന്ധുക്കൾ പലരുടെ വീടുകളിലേക്ക് വരുന്നു, പിന്നെ വീട്ടിലുള്ളവർ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു, യാത്രയ്ക്ക് പോകുന്നു. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് എല്ലാവർക്കും പങ്കെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കുമെന്ന് പലരും സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് പങ്കെടുത്ത കുറച്ച് പേരൊക്കെ നമ്മളോടുണ്ട്. അവരവരുടെ ചില അനുഭവങ്ങളൊക്കെ നമ്മളോട് പങ്കുവെക്കണം. ആദ്യം നമ്മൾ റീജയെ ക്ഷണിക്കുകയാണ്. റീജ, പങ്കുവെക്കാമോ?
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹലോ. കേൾക്കുന്നുണ്ട്. സ്ഥലമൊക്കെ എവിടെയൊക്കെ താമസിക്കുന്നുള്ള കാര്യങ്ങളെ കൂടെ ഒന്ന് പറയണേ. എൻ്റെ പേര് റീജ എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഏറൂർ ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാല് ഞാൻ ബാച്ച് 3-ൽ എൻ്റെ അമ്മയായിരുന്നു, ഷൂബ് ബാച്ച് 3 ഗ്രൂപ്പിൽ എൻ്റെ അമ്മയായിരുന്നു പങ്കെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ അതിനകത്ത് പങ്കെടുക്കുമ്പോൾ അതിലൂടെ വചനപ്രഘോഷണം നടത്തുന്നതും വചനത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്നതും എല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് ഗ്രൂപ്പിൽ കയറണമെന്നും ഇത് കണക്ക് പ്രാർത്ഥിക്കണമെന്നും ഒക്കെ ഒരു ആഗ്രഹം തോന്നി. അപ്പോഴാണ് ബാച്ച് 4 തുടങ്ങിയത്. അപ്പം ഞാൻ തന്നെ അതിനകത്ത് കയറുകയും ചെയ്തു. അപ്പോൾ അതിലൂടെ എനിക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്കിങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ സംസാരിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അങ്ങനെ സംസാരിക്കാത്ത ഒരു പ്രകൃതക്കാരിയാണ് ഞാൻ. പക്ഷേ ഈ ഗ്രൂപ്പിൽ കയറിയപ്പോഴത്തേക്കും ദൈവത്തെക്കുറിച്ച് കൂടുതൽ നല്ല ആഴമായിട്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനും എൻ്റെ മനസ്സിലുള്ളതെല്ലാം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനും ഒക്കെ എനിക്ക് കഴിഞ്ഞു. അതിന് എല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ ഈ ഗ്രൂപ്പിൽ കയറിയതിന്. പിന്നെ എനിക്കൊരു ബ്രദറുണ്ട്. ഞാനും എൻ്റെ ഒരു ബ്രദർ, ഞങ്ങൾ രണ്ടുപേരുമാണ് എനിക്കൊരു ബ്രദറുണ്ട്. ബ്രദറും അമ്മയും, ഞങ്ങൾ 3 പേരുമാണ് ഈ കുടുംബത്തിലുള്ള താമസിക്കുന്നത്. എനിക്ക് നല്ല അനുഭവങ്ങളാണ്. ഞാൻ കുറെ പ്രാർത്ഥനകളൊക്കെ ഗ്രൂപ്പിൽ പറയുകയുണ്ടായി. അതിൽ കുറച്ചൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ നല്ല അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. റീജ നല്ലൊരു മതാധ്യാപക കൂടിയാണ്. ദയവായിട്ട് അഭിനന്ദനം. താങ്ക് യു. ഇനി നമുക്ക് യൂറോപ്പിൽ നിന്ന് ഒരാളായിക്കോട്ടെ. അയർലൻഡിൽ നിന്ന് നമ്മോടൊപ്പം ചേരുകയാണ് റോബിൻ പങ്കെടുക്കാവോ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റോബിൻ. ഞാൻ കോട്ടയം ജില്ലയിലെ പാമ്പാടി പങ്ങട ഇടവക്കാരനാണ്. ഇപ്പോൾ ഞാൻ ജോലി സംബന്ധമായിട്ട് 16 വർഷമായിട്ട് അയർലൻഡിൽ ആണ്. ഞാൻ ഷൂബിലേക്ക് എത്തിച്ചേർന്നത് ഷൂബിന്റെ തന്നെ ഒരു റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള മെന്റർ ആയിട്ടുള്ള ഷാജി സായിച്ചേട്ടന്റെ ഒരു വാട്സാപ്പ് സ്റ്റേറ്റസിലൂടെയാണ്. അങ്ങനെ ഇതിലേക്ക് എത്തിച്ചേർന്നു. എനിക്ക് ഷൂബിനെ ഏറ്റവും കൂടുതൽ ഇതിലെ ആ കാര്യങ്ങൾ ആകർഷിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ പ്രോഗ്രാമിന്റെ ഒരു സ്ട്രക്ചറാണ്. അതായത് ദൈവരാജ്യത്തിലൂടെ ദൈവത്തെ പറ്റി പറയുന്നു, അതിനുശേഷം ദൈവസ്നേഹത്തിലൂടെ പറഞ്ഞു പോയി പാപാവസ്ഥകളെ പറ്റി ചിന്തിച്ച് വിശ്വാസ പ്രത്യുത്തരം, മാനസാന്തര പ്രത്യുത്തരം, പിന്നെ പരിശുദ്ധാത്മാവിലൂടെ കൂടി കൂട്ടായ്മ, പിന്നെ സുവിശേഷ പ്രഘോഷണം. അതിലേറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു മേഖലയായിരുന്നു നമ്മുടെ പാപാവസ്ഥകളെ പറ്റിയുള്ളത്. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനും പിന്നെ അതുപോലെ തന്നെ വചന വിചിന്തനം അത് ഒരിക്കലും അതിനുശേഷമാണ് ഞാൻ പോലും അറിയുന്നത് ഈ കത്തോലിക്ക സഭയിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു ലക്ഷ്യോ ദിവിന എന്ന് പറയുന്ന ഒരു വചന വിചിന്തന ഒരു രീതിയുണ്ട്. അതുമായിട്ട് ഏകദേശ സാമ്യമുള്ള രീതികളിലാണ് നമ്മളും ചെയ്യുന്നത്. അപ്പം എല്ലാ ദിവസവും തന്നെ ഒരു വചനത്തെ എടുത്ത് ഒരു തലയാഴ്ച നമ്മൾ സംസാരിച്ച വിഷയത്തെ പറ്റി കൂടുതൽ ഓരോ ആഴ്ചകളിൽ ചിന്തിക്കാനും നമ്മളുടെ പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ ആ ഗ്രൂപ്പിൽ പറയാനും അതുപോലെ തന്നെ മറ്റ് ഗ്രൂപ്പ് അംഗങ്ങളും റിസോഴ്സ് അംഗങ്ങളും മെന്റേഴ്സും ഒക്കെ പറയുന്നതും കേൾക്കാനും. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു അനുഭവമായ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മ ഒരു ത്തിന്റെ ഒരു പ്രാർത്ഥന ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ പരസ്പരം എല്ലാവരും പ്രാർത്ഥിച്ചു. അതൊരു വലിയ അനുഭവത്തിന്റെ ഒരു ദിവസമായിരുന്നു. അത് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. വളരെ അഭിഷേകം നിറഞ്ഞൊരു ദിവസമായിരുന്നു. അതുപോലെ തന്നെ സബ് ഗ്രൂപ്പ് കൂട്ടായ്മകളെ പ്രത്യേകമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഒന്ന് മറന്നു പോവുകയോ അല്ലെങ്കിൽ ഇത് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴും ഈ സബ് ഗ്രൂപ്പിൽ നിന്ന് നമ്മളെ റിസോഴ്സ് അല്ലെങ്കിൽ മെന്റേഴ്സ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയും റോബിനെ സുഖമല്ലേ, മറന്നുപോയോ എന്നുള്ള അതുപോലെ തന്നെ ആ കൂട്ടായ്മയുടെ ദിവസങ്ങളിലെ സ്നേഹത്തോടെയുള്ള വിളിയും അതൊക്കെ ഒത്തിരി ഒരു കുടുംബത്തിന്റെ ഒരു അനുഭവം നമ്മളെ തോന്നിപ്പിച്ചു. ഇപ്പൊ അയർലൻഡിലെ ഇന്നത്തെ ഈ ദിവസത്തില് ഇന്നിവിടെ വലിയ പിതാവ് ഉണ്ടായിരുന്നു. സീറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ ഒരു നോക്കെന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു പള്ളിയുണ്ട് ഇതിനടുത്ത്. അപ്പൊ അവിടെ ഒരു വലിയ തീർത്ഥാടനമുണ്ട് വർഷത്തിലൊന്ന് നടക്കുന്നത്. അപ്പം വലിയ പിതാവ് പ്രസംഗിച്ചും പറഞ്ഞു ഓരോ പ്രവാസിയും ഓരോ മിഷണറി ആണെന്നാണ് പിതാവ് പറഞ്ഞത്. അപ്പൊ നിങ്ങളെ തേടിയാണ് ഞങ്ങൾ വൈദികരുടെ എത്തിച്ചേർന്നത് എന്ന് പറഞ്ഞു. അപ്പം ഇതിനു മുമ്പ് നമ്മൾ ഇതിനു മുമ്പ് ഇതിവിടെ സംസാരിച്ച ഒരു മിഷണറി അനുഭവത്തെ പറ്റി പറഞ്ഞപ്പോഴൊക്കെ
ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ അനേകം മിഷൻ അനുഭവങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിൽ സാധ്യതകളുണ്ട്. ഈ ഷൂബിൽ നിന്ന് ലഭിച്ച പ്രത്യേകിച്ച് സുവിശേഷ പ്രഘോഷണം അതുപോലെ തന്നെ കൂട്ടായ്മ എന്ന് പറയുന്ന വിഷയങ്ങളെ പറ്റി ലഭിച്ച ആ അനുഭവത്തിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മ വലിയൊരു തോന്നൽ തരുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ മിഷൻ അനുഭവങ്ങൾ നമ്മൾ കൂടുതൽ കേൾക്കുമ്പോൾ അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിന് അവസരമൊരുക്കി തന്ന പ്രത്യേകമായിട്ട് ഈശോയ്ക്കും മാതാവിനും പ്രത്യേകമായിട്ട് എല്ലാ കൂട്ടായ്മകളും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പ്രൈസ് ജീസസ്. താങ്ക് യു. താങ്ക് യു റോബിൻ. റോബിൻ അവിടെ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുകയാണ്. അവിടെ നല്ലൊരു മിഷണറി ആയിട്ട് പ്രവർത്തിക്കുവാനും നമ്മുടെ അടുത്ത ബാച്ച് ഞങ്ങളുടെ ഒരു ആഗ്രഹമുണ്ട്, അയർലൻഡിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാകണം. ആ ഗ്രൂപ്പിന് നേതൃത്വം നൽകാൻ വേണ്ടി ദൈവം റോബിനെ അനുഗ്രഹിക്കട്ടെ എന്നുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പുതിയ ബാച്ച് 5ാം ബാച്ച് ആരംഭിക്കുമ്പോൾ അതിന്റെ ലിങ്കുകളൊക്കെ എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന എന്ത് രീതിയും ഇതിന് ചെയ്യാൻ പറ്റും. ഞാൻ അതിനുള്ള എല്ലാ ഉറപ്പും ഞാൻ തരുന്നു. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഇത്, കാരണം ഇതിലൊരു വലിയ ഒരു ദൈവാനുഭവം നമുക്ക് കാണാൻ സാധിക്കും. താങ്ക് യു റോബൻ. നമുക്ക് തമ്പുരാനോട് കൂടി ആയിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രവർത്തന മേഖലയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് ആലിസ് ചേച്ചിയിലേക്ക് പോകാം. ആലിസ് ചേച്ചി വളരെ സജീവമായിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തയാളാണ്. അതുപോലെ ഫിസിക്കൽ കോഴ്സിലും പങ്കെടുത്തിട്ടുണ്ട്. ആലിസ് ചേച്ചി അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാവോ? എൻ്റെ പേര് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് വീഡിയോ കൂടി ഒന്ന് ഓൺ ചെയ്യാവോ? വീഡിയോ കൂടി ഓൺ ചെയ്യാവോ? മിനിറ്റ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആലിസ് ജോയ്. കൊച്ചി രൂപതയിലെ മട്ടാഞ്ചേരി ഇടവക അംഗമാണ്. ഞാൻ ഷൂബിന്റെ 2ാമത്തെ ബാച്ചിലുണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 4ാമത്തെ ബാച്ചിലും ഉണ്ട്. ഇതൊരു വെറുതെ ഒരു കോഴ്സല്ല, ഇതൊരു പ്രാർത്ഥനാ കൂട്ടായ്മയും സ്നേഹ കൂട്ടായ്മയും കൂടിയാണ്. വചനം വായിക്കാനും അത് ആഴത്തിൽ മനസ്സിലാക്കാനുമുള്ള ഒരു കഴിവ് നമുക്ക് ഈ കൂട്ടായ്മയിലൂടെ ലഭിക്കുന്നുണ്ട്. 8 നിത്യസത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് മനുഷ്യൻ ആരാണെന്നും എന്തിനു വേണ്ടി ജീവിക്കുന്നുവെന്നും എന്തിനു വേണ്ടി ജീവിക്കണം, എങ്ങനെ ജീവിക്കണമെന്നും നമ്മെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണിത്. ഈ ജീവിതത്തിൽ നമ്മുടെ ദൗത്യം എന്താണെന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു രൂപം ഇതിലൂടെ നമുക്ക് ലഭിക്കും. നിത്യജീവൻ പ്രാപിക്കാൻ നാം നിർബന്ധമായും അനുസരിക്കേണ്ട യേശുവചനങ്ങൾ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുന്നു ഇതിലൂടെ. ഈ കൂട്ടായ്മയിലേക്ക് വരുന്നതിന് മുമ്പ് എന്നെ അലട്ടിയിരുന്നൊരു പ്രശ്നം ഇതായിരുന്നു. അതായത് ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല, പോലെ കഴിയുന്ന സഹായങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ഒത്തിരി മനപ്രയാസം ഒരാൾ മൂലം എനിക്കുണ്ടാകുന്നു. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നതായിരുന്നു. എന്നാൽ ഷൂബ് കൂട്ടായ്മയുടെ ഫിസിക്കൽ കോഴ്സ് അറ്റൻഡ് ചെയ്തപ്പോൾ ആ സമയത്ത് ഒരു നല്ല കുമ്പസാരം നടത്തുന്നതിനുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചു. ഒരു വ്യക്തിയോട് എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു തരം വെറുപ്പ് മാറ്റിക്കളയാനുള്ള കൃപ ആ കുമ്പസാരത്തിലൂടെ എനിക്ക് ലഭിച്ചു. കോഴ്സ് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മനപ്രയാസം നൽകിയിരുന്ന വ്യക്തി എന്നോട് ഒത്തിരി സ്നേഹത്തോടെ ഇടപെടാൻ തുടങ്ങി. എൻ്റെ മനസ്സിൽ മറ്റൊരാളോട് ഉണ്ടായിരുന്ന വെറുപ്പ് പൂർണ്ണമായി ഉപേക്ഷിക്കാനുള്ള കൃപ ലഭിച്ചപ്പോഴാണ് എന്നെ ഉപദ്രവിച്ചിരുന്ന അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ചിരുന്ന ആ വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടായതും എൻ്റെ ജീവിതത്തിൽ നിന്നും ആ മനപ്രയാസം അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ മാറിക്കിട്ടിയത്. ഇത് ഷൂബ് കോഴ്സ് അറ്റൻഡ് ചെയ്തത് വഴി എനിക്ക് ഉണ്ടായ വലിയൊരു നേട്ടമാണ്. പിന്നെ പൊതുവെ പറഞ്ഞാൽ ഈ കൂട്ടായ്മയിൽ ശുശ്രൂഷകരെല്ലാവരും ദൈവസ്നേഹം അനുഭവിച്ചറിയുന്നവരും എപ്പോഴും സന്തോഷവാന്മാര്, മറ്റുള്ളവരോട് സ്നേഹപൂർവ്വം മാത്രം ഇടപെടുന്ന ആൾക്കാരുമാണ്. എല്ലാ റിസോഴ്സ് പേഴ്സൺസും അങ്ങനെ തന്നെയാണ്. അവരോടൊക്കെ ഇടപെടുമ്പോൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും സ്നേഹം എന്ന ഒരൊറ്റ വികാരമാണ് അനുഭവപ്പെടുക.
ഈ കോഴ്സ് ചെയ്യുമ്പോൾ വചനം വായിക്കുമ്പോൾ മുമ്പത്തേക്കാൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മുമ്പ് കുറേ പ്രാവശ്യം വായിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ഒരു ആശയം കിട്ടുമുള്ളായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടി വേഗത്തിൽ മനസ്സിലാവുന്നുണ്ട്. അതെന്നോട്, ആ വചനം എന്നോട് സംസാരിക്കുന്നു എന്നുള്ളത് വ്യക്തമായ തോന്നൽ ഉണ്ടാവുന്നുണ്ട്. ഇന്നും ഇതും ഈ കോഴ്സിലൂടെ ലഭിച്ചൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. ചൂബിന്റെ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും, ചൂബ് കൂട്ടായ്മ എല്ലാവർക്കും അനുഗ്രഹപ്രദമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചേച്ചി അറിയാം ചേച്ചി പറഞ്ഞിരുന്നു ചെറിയ അസ്വസ്ഥതകളിലൂടെയൊക്കെ കടന്നുപോയി ചുമയൊക്കെയുണ്ടല്ലോ. എന്നാലും ഞങ്ങളുമായിട്ട് ഈ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാൻ സാധിച്ചത് പ്രത്യേകമായി നന്ദി പറയാണ്. ചേച്ചി ഒരു റിട്ടയർഡ് പേഴ്സണാണ്. അതോടൊപ്പം അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതായിട്ട് ഇടവകയിലെ ഒരു മതാധ്യാപകയായി പ്രവർത്തിക്കുന്നു. ഇന്ന് ആദ്യകുർബാന സ്വീകരിച്ചിരിക്കുന്ന കുട്ടികളെയൊക്കെ ഒരുക്കാനുള്ളൊക്കെ തിരക്കിലായിരുന്നു. വൈകുന്നേരം വരെ നല്ല തിരക്കിലായിരുന്നു. എങ്കിലും നമ്മളോടൊപ്പം ചേർന്നു. ചേച്ചിക്ക് പ്രത്യേകമായി നന്ദി പറയാണ്. ഫ്രാൻസിസ് ചേട്ടാ, നമുക്ക് ശേഷത്തിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് തിരുക്കുടുംബത്തിന്റെ പാലകനും മധ്യസ്ഥനും ആയ വിശ്വസ്യ പിതാവിന്റെ മധ്യസ്ഥം തേടി നമ്മുടെ കുടുംബങ്ങളെ ആ പുണ്യപിതാവിന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഭാഗ്യപ്പെട്ട മാറിയ പിതാവേ, ഞങ്ങളെ അനർത്ഥങ്ങളിൽ അങ്ങേ പകൽ ഓടി വന്ന് അങ്ങേ പരിശുദ്ധ ഭാര്യയുടെ സ്രായപേക്ഷ ശേഷം അങ്ങേ മധ്യസ്ഥതയും ഞങ്ങളിപ്പോൾ മനോശരണത്തോടെ യാചിക്കുന്നു. ദൈവജനനിയായ അമലോത്ഭകനിയോട് അങ്ങേ ഒന്നിപ്പിച്ച ദിവ്യ സ്നേഹത്തെക്കുറിച്ചും ഉണ്ണീശയെ അങ്ങ് ആലിംഗനം ചെയ്ത് അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തെക്കുറിച്ചും ഈശോ മിശിഹാ തന്റെ തിരുരക്തത്താൽ നേടിയ അവകാശത്തിന്റെ മേൽ കൃപയോടെ നോക്കണമെന്നും അങ്ങയുടെ ശക്തിയാലും മഹത്വത്താലും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും സവിനയം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുകുടുംബത്തിന്റെ എത്രയും വിവേകമുള്ള കാവൽക്കാരാ ഈശോ മിശിഹായുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആദരിക്കണമേ. എത്രയും സ്നേഹമുള്ള പിതാവേ, അബദ്ധത്തിന്റെയും ഭക്ഷണത്തിന്റെയും കറകളൊക്കെ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളെ എത്രയും വല്ലഭനായ പാലക, അന്ധകാര ശക്തികളോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ ഞങ്ങളെ അങ്ങ് കൃപയോടെ സഹായിക്കണമേ. അങ്ങൊരിക്കൽ ഉണ്ണീശോയെ മരണകരമായ അപകടത്തിൽ രക്ഷിച്ചതുപോലെ തിരുസഭയെ ശത്രുവിന്റെ കെണിയിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾ അങ്ങയുടെ മാതൃക അനുസരിച്ച് അങ്ങയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് പുണ്യജീവിതം കഴിക്കുവാനും നല്ലവണ്ണം പ്രാപിച്ച് സ്വർഗത്തിൽ നിത്യഭാഗ്യം പ്രാപിക്കുവാനും തക്കവണ്ണം അങ്ങയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളെ എല്ലാവരെയും എല്ലായ്പ്പോഴും കാത്തുകൊള്ളണമേ. ആമേൻ. താങ്ക് യു ഫ്രാൻസിസ്. അടുത്തത് നമ്മുടെ കൺക്ലൂഡിംഗ് സെഷനാണ്. കൺക്ലൂഡിംഗ് സെഷൻ നടത്തുന്നതിന് വേണ്ടി ഹോളി ഹോം മിനിസ്ട്രിയുടെ ചെയർമാനായ ഷിജു ജോസഫിനെ ക്ഷണിക്കുന്നു. ഷിജു. മണിച്ചേട്ടാ, അപ്പൊ റെക്സനും മറ്റേ അവര് പങ്കുവെച്ചു കഴിഞ്ഞോ? റെക്സൻ പങ്കുവെച്ചില്ല. നമുക്ക് റെക്സനെ ഇത് കഴിഞ്ഞിട്ട്, അതെയോ റെക്സൻ കഴിഞ്ഞിട്ട് മതി? അവര് കഴിഞ്ഞിട്ട് മതി. ചേച്ചി റെക്സനും പറയട്ടെ, അത് കഴിഞ്ഞു മതി. പിന്നെ അടുത്തത് നമ്മുടെ മെന്റേഴ്സിൽ നിന്നും ഈ തുടർച്ചയായിട്ട് നമ്മുടെ ഗ്രൂപ്പുകളോട് ചേർന്ന് പോയിരുന്ന റെക്സൻ വളരെ താല്പര്യത്തോടുകൂടി ഈ മെന്ററിങ് എന്ന പ്രോസസ് നന്നായി നടത്തിയ വ്യക്തിയാണ്. റെക്സനെ നമുക്കൊന്ന് ശ്രമിക്കാം. റെക്സ, കേൾക്കാമോ? കേൾക്കാം റെക്സ, പറഞ്ഞു. എന്റെ പേര് റെക്സൻ, വിവാഹിതനാണ്. ഭാര്യ ലിഡിയ, ഞങ്ങൾക്ക് കുഞ്ഞു മകനുണ്ട് ജുവാൻ. ഞാനിപ്പോ ഒറീസയിലാണ് കൂടെ വർക്ക് ചെയ്യുന്നു. വൈഫും കുഞ്ഞും കാനഡയിലാണ്. ഒത്തിരി നാളായിട്ട് ഫിയാത്ത് മിഷൻ കൂടെ നിൽക്കുവാനായിട്ട് ദൈവം കൃപ നൽകി. കഴിഞ്ഞ 4 ബാച്ചുകളും ചൂബിലെ ഈ ഹോളി ഹോം മിനിസ്ട്രിയുടെ കൂടെയുണ്ട്. ഇവിടെ ഫിയാത്തിന് വന്നതിന് ശേഷം എങ്ങനെ ഈശോയെ കൊടുക്കും എന്നുള്ള ഒരു ചിന്തയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഹോളി ഹോം മിനിസ്ട്രിയുടെ ഭാഗമാവുന്നതും ഷൂബിലൊക്കെ കടന്നു വരുന്നതൊക്കെ. ഒരു കുടുംബത്തിലെ അംഗമെന്ന പോലെയാണ് ഞങ്ങള് മുന്നോട്ട് പോകുന്നത്. പരസ്പരം വിശേഷങ്ങൾ പങ്കുവച്ചും പ്രാർത്ഥന സഹായങ്ങൾ ചോദിച്ചും പ്രാർത്ഥന സ്വീകരിച്ചും ഒക്കെ മുന്നോട്ട് പോവുകയാണ്. എനിക്ക് എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി പ്രാർത്ഥനകൾ എനിക്ക് ലഭിച്ചു. എന്റെ അപ്പച്ചൻ ഈ ദിവസങ്ങളിലൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു, ICUലായിരുന്നു. അപ്പച്ചന്റെ ഈ അടുത്ത ദിവസമാണ് മരിച്ചത്. അപ്പൊ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയും പല വിശേഷങ്ങളും പങ്കുവെച്ചവരോടും ഹോളി ഹോം മിനിസ്ട്രികളിൽ എല്ലാവരോടും
അവിടെ പ്രാർത്ഥന സഹായം അപേക്ഷിക്കുകയും അവർക്ക് ഒത്തിരി പ്രാർത്ഥന ലഭിക്കാനും അതിന്റെ ഒത്തിരി നന്മകള് ഞങ്ങൾക്ക് അവിടെ കാണാനൊക്കെ ആയിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയങ്ങളിൽ ശരിയായ തീരുമാനം എടുക്കാനായിട്ട് ചില സർജറികൾ വേണോ വേണ്ടേ, അത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവരൊക്കെ പ്രാർത്ഥനകള് ഞങ്ങളെ ഒത്തിരി സഹായിച്ചിരുന്നു. അതേപോലെ കുടുംബത്തിലെ അംഗം എന്ന് പറയുമ്പോൾ കുടുംബത്തിലത്തെ വിശേഷങ്ങളിലൊക്കെ അവർ പങ്കാളിയാവുമല്ലോ. ഇപ്പൊ എന്റെ അപ്പച്ചൻ മരിച്ചപ്പോ ജിജോ ചേട്ടൻ ശവസംസ്കാര കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനൊക്കെ ആയിട്ട് വന്നത് ഒത്തിരി ആശ്വാസം നൽകിയ ഒരു കാര്യങ്ങളായിരുന്നു. എനിക്ക് പറയാൻ കഴിയും, കഴിഞ്ഞ നാളുകളിലൊക്കെ ഈശോയെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ അനുഭവിച്ചറിയാനൊക്കെ ആയിട്ട് കൂട്ടങ്ങനെ സഹായിച്ചിട്ടുണ്ട്. നേരത്തെ റോജേട്ടൻ പറഞ്ഞ പോലെ ദൈവരാജ്യം, ദൈവസ്നേഹം നല്ലൊരു പാറ്റേണിലൂടെയാണ് നമ്മൾ കടന്നു പോയത് ഒരാഴ്ച. ശരിക്കും ഒരു എന്താ പറയാ, ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഒരു രീതിയായിരുന്നു. കാരണം ധ്യാനത്തില് എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നതല്ല. പക്ഷെ എല്ലാ ആഴ്ചകളിലും ഓരോ ടോപ്പിക്കിനെ കുറിച്ച് ധ്യാനിക്കാനും അതിനനുബന്ധിച്ചുള്ള വചനങ്ങള് ഒന്ന് ആലോചിച്ച് വിചിന്തനം നടത്തി അതിന് നമുക്ക് കിട്ടുന്ന ബോധ്യങ്ങളൊക്കെ പങ്കുവയ്ക്കാനൊക്കെ ആയിട്ടൊരു അവസരം ഉണ്ടാവുക, അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ യേശുയുടെ ഒരു വചനം പറയുന്നത്, അങ്ങയുടെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവും ആവട്ടെ എന്ന്. ഈ കൂട്ടായ്മയോട് കൂടെ നിൽക്കുന്നത് കൊണ്ട് എപ്പോഴും വചനമായിട്ട് വചനം വായിക്കുക, വചനം ചിന്തിക്കുക, മറ്റുള്ളവരെ വചനം പറയാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഒരു വചനത്തിന്റെ ഒരു വെളിച്ചത്തിൽ മുന്നോട്ട് പോകാനായിട്ട് എന്നെ സഹായിക്കുന്നു. അതേപോലെ ഞാൻ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ കൂടെയുള്ളവരോട് ഒരു സ്നേഹത്തോടെ പെരുമാറാനും വ്യത്യസ്തമായിട്ടുള്ള അഭിരുചിയുള്ളവരും വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങളുള്ളവരൊക്കെയാണ്. പിന്നെ കൂടുതലും മൊറീസക്കാരാണ്, നമുക്ക് അവരുടെ ഭാഷ അറിയില്ല. ഹിന്ദിയൊക്കെ പറഞ്ഞാണ് കുറച്ചൊക്കെ മുന്നോട്ട് പോകുന്നത്. പലവർക്കും ഹിന്ദി പോലും അറിയില്ല. പക്ഷെ നമ്മുടെ സ്നേഹം, നമ്മുടെ പെരുമാറ്റം അവർക്ക് അറിയാം. നമ്മൾ സ്നേഹത്തോടെ പെരുമാറുന്നതും നമ്മൾ സ്നേഹത്തോടെ അവരെ ചേർത്ത് നിൽക്കുന്നതൊക്കെ അവർക്ക് അനുഭവിക്കാനും അവരുടെ ആ സ്നേഹം നമുക്ക് സ്വീകരിക്കാനൊക്കെ സാധിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിത നിലവാരം വെച്ച് നോക്കുമ്പോൾ വളരെ താഴ്ന്ന ജീവിത നിലവാരത്തിൽ ജീവിക്കുന്നവരാണ്, കുടില് കെട്ടിയും ഒക്കെ ജീവിക്കുന്നവരാണ് ഇവിടെ ഉള്ളവര്. പക്ഷെ എന്നാലും ആദിവാസി അതേപോലെ പല ഗോത്രങ്ങളിൽ പെട്ടവരൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ നമുക്ക് വേർതിരിവില്ലാതെ അവരെ സ്നേഹിക്കാനും അവരുടെ സ്നേഹത്തോടെ സാധിക്കുന്നു. ദേഷ്യം വരും, നമ്മൾ പറയണത് അവർക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ അവര് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ എന്നാലും അവിടെ ദേഷ്യം വരുന്നുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് പഠിപ്പിക്കാതെ അല്ലെങ്കിൽ അപ്പൊ തന്നെ ചിന്ത ദൈവത്തിന് നമ്മൾ ഇങ്ങനെ ഒരു ഹിസ്റ്ററിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ നമ്മുടെ ഈ വചനം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരാണല്ലോ, വചനത്തെ കുറിച്ച് ചിന്തിക്കലും പ്രാർത്ഥിക്കലൊക്കെയാണല്ലോ. അപ്പൊ ഈശോ നമ്മളോട് സംസാരിക്കും, ഇങ്ങനെ ചെയ്യരുത് കേട്ടാ, ഇങ്ങനെ അവന് പ്രയാസം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും, ഇങ്ങനെ സംസാരിക്കരുത്, പറയരുത്, സ്നേഹത്തോടെ പറ, ദേഷ്യപ്പെടരുത്. അങ്ങനെയുള്ള പ്രേരണകള്, ആത്മാവിന്റെ പ്രേരണകള് ഒത്തിരി അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കുമ്പസാരങ്ങളൊക്കെ ഒന്ന് ഓർഡർ ആക്കാനും നല്ലൊരു കുമ്പസാരം നടത്താനും അതൊക്കെ ഒരുങ്ങി കുമ്പസാരത്തിനായിട്ട് പോകാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പങ്കുവയ്ക്കാണ്ട് സമയത്തിന്റെ കൊണ്ട് ഞാൻ നിർത്താണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ്. താങ്ക് യു റെക്സ. ഒറീസിലെ നല്ലൊരു മിഷണറി ആയിത്തീരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിജുനെ ഇനി പങ്കുവെക്കാൻ നമ്മുടെ കുമാരി ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിക്ക് സൺഡേ സ്കൂൾ വാർഷികത്തിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് അവിടുന്ന് മാറി നിന്നാരും സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ചേച്ചി പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് ഷിജു കൺക്ലൂഡിങ് നടത്താം. ഓക്കെ, സന്തോഷം. നമുക്ക് എല്ലാവരും പറഞ്ഞ വാക്കുകൾ കേട്ട വളരെ സന്തോഷം. അതിൽ വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കുവാണെങ്കിൽ നമുക്കത് പരസ്പരം മുഖം കണ്ട് പരസ്പരം വർത്താനം പറയാം എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. നമ്മളൊരു 10 ആഴ്ച ഒരുമിച്ച്, 10 ആഴ്ച എന്ന് പറഞ്ഞാൽ ചെറിയൊരു ദൂരമല്ല, ഒരുമിച്ച് ഇങ്ങനെ യാത്രയിലായിരുന്നു. ആ യാത്ര നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചും നമുക്ക് ഏറെ അനുഗ്രഹപ്രദമായിരുന്നു എന്നതിലും സംശയമില്ല. പല സ്ഥലത്തു നിന്ന്, പല ദേശത്തു നിന്ന്, പല പ്രായത്തിലുള്ളവർ, പല അനുഭവങ്ങളുള്ളവർ ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ ദൈവം അനുവദിച്ച് നമ്മളൊരു കുടുംബം എന്ന നിലയിൽ അത് പ്രത്യേകിച്ച് നമുക്ക് ദൈവത്തിന് അതിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ കേട്ടത് കുടുംബം എന്ന ഒരു വിഷയത്തെ കുറിച്ചാണ്. നമ്മൾ ദൈവരാജ്യത്തെ കുറിച്ചാണ് ആദ്യം ആരംഭിച്ചത്. ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് നമ്മൾ വന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ആ കുടുംബത്തിൽ നിന്ന് നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നു. തിരിച്ച് നമ്മൾ എത്തുന്നതും ആ കുടുംബത്തിൽ തന്നെയാണ്.
ഈ ലോകത്തിൽ ദൈവം നമ്മളെ വിവിധ കുടുംബത്തിന്റെ ഭാഗമാക്കുന്നു. ചിലരുടെ ഒരു വൈദിക കുടുംബത്തിന്റെ ഭാഗമാക്കാം, ചിലരുടെ ഒരു സമർപ്പിത സന്യാസ കുടുംബത്തിന്റെ ഭാഗമാക്കാം, ചിലരുടെ ഒരു കുടുംബജീവിതത്തിന്റെ ഭാഗമാക്കാം, ചിലരുടെ ഏകസ്ഥ എന്ന കുടുംബത്തിന്റെ ഭാഗമാക്കാം. അങ്ങനെ നമ്മുടെ പ്രായത്തിന്റെയും ജീവിതാനുഭവങ്ങളുടെയും ദൈവത്തിന്റെ പ്രത്യേകമായ വിളിയുടെയും ഇതനുസരിച്ച് നമ്മളെ വിവിധങ്ങളായ മേഖലകളിലൂടെ കൊണ്ടുപോകുന്നു. ഇവിടെയെല്ലാം ദൈവരാജ്യത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കാൻ, നമ്മളെ കൊണ്ടുപോകാൻ കുടുംബം എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നാം വായിച്ചു കടന്നു പോകുമ്പോൾ വിവിധങ്ങളായ കുടുംബവും കുടുംബജീവിതവും ആ ജീവിതത്തിലൂടെ കർത്താവിനെ പങ്കുവെക്കുന്നതിനും ആ കുടുംബവും ഒപ്പം കർത്താവില്ലാതെ ജീവിച്ചതിലൂടെ തകർന്നു പോകുന്ന കുടുംബത്തെക്കുറിച്ചും ഒക്കെയാണ് വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ ദൈവത്തോടൊപ്പം നടക്കുന്ന ഒരു കുടുംബത്തെയാണ് കാണുന്നതെങ്കിൽ ആ ദൈവത്തിന്റെ കൈപിടിച്ചുള്ള നടപ്പ് അവസാനിപ്പിക്കുന്നതോടെ ആ കുടുംബം തകരുകയും അങ്ങനെ മുന്നോട്ട് പോയി നമ്മൾ പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ സ്വർഗം എന്താണോ വിഭാവനം ചെയ്തത് അതേ ദൈവരാജ്യം എന്ന പോലെ തന്നെ ഒരു കുടുംബം, നസ്രത്തിലെ കുടുംബം ഇവിടെ ഉണ്ടാകുന്നു. ആ കുടുംബം വഴി സകല കുടുംബങ്ങളും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നു. എന്നിട്ട് വെളിപാട് പുസ്തകത്തിൽ എത്തുമ്പോൾ പറഞ്ഞു വെക്കുന്നത് ഒരു ഇടയനും ഒരു തൊഴുത്തുമാകുന്ന കുടുംബത്തെ കുറിച്ചാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതം അടിസ്ഥാനപരമായ കുടുംബം എന്ന വിളി അതിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മളിപ്പോ എല്ലാവരും കുടുംബമായി ജീവിക്കുന്ന കുടുംബസ്ഥരായിട്ടുള്ളവരാണ് ഇതിലുള്ളത്. ഇതൊരു ആത്മായ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മുന്നേറ്റവും ഒരു കൂട്ടായ്മയാണ് ഹോം മിനിസ്ട്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആദിമസഭ മുഴുവൻ കുടുംബമാണ് സുവിശേഷം പങ്കുവെച്ചത്, സുവിശേഷം കൊണ്ടുപോയത്. നമുക്കറിയാം, ആദ്യത്തെ മാർപ്പാപ്പയായിരുന്ന ആൾക്കൊരു കുടുംബമായിട്ടായിരുന്നു. പിന്നീട് സഭയിൽ വന്ന് സാവധാനമാണ് അതിന്റെ ഹൈറാർക്കി ലെവൽ വേറെ രീതിയിലുണ്ടായത്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തോട് ദൈവം പ്രത്യേകമായി വളരെ കൃത്യമായി പറയുന്നുണ്ട്, നമ്മുടെ കുടുംബം കർത്താവിന്റെ കുടുംബമാണ്. ആ കുടുംബത്തിന് ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം സുവിശേഷാത്മകമായ ദൗത്യമാണ്. ആ ദൗത്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അനുഭവത്തിൽ ആഴപ്പെട്ട് ആ സ്നേഹം വ്യക്തിപരമായും കുടുംബത്തിലും പങ്കുവെച്ച് ചുറ്റുപാടുകളിലേക്ക് ആ സ്നേഹം എത്തിക്കുക എന്നുള്ളതാണ്. അതിനെ നമ്മളെ തടസ്സപ്പെടുത്തുന്നത് പാവാവസ്ഥയാണ്. അപ്പൊ നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെയും സ്വഭാവത്തിന്റെ പ്രത്യേകതകളെ നാം തിരിച്ചറിയുമ്പോൾ അത് പാവാവസ്ഥയിൽ നിന്ന് ഉണ്ടാകുന്ന ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇതിനെല്ലാം മറികടക്കുന്ന ദൈവത്തിന്റെ സ്നേഹം യേശുക്രിസ്തുവിലൂടെ നമ്മുടെ കുടുംബം രക്ഷ പ്രാപിച്ചു കഴിഞ്ഞു. യേശുക്രിസ്തു എന്ന ദൈവപുത്രനിലൂടെ അവന്റെ ജീവിതവും മരണവും ഉത്ഥാനവും മഹത്വീകരണവും വഴി നമ്മുടെ കുടുംബം ദൈവരാജ്യത്തിന്റെ കുടുംബമായി മാറ്റപ്പെട്ടു. ഈ മാറ്റപ്പെട്ട കുടുംബം അത്തരത്തിൽ വളരണമെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിൽ കുടുംബം ഒരുമിച്ച് വിശ്വസിക്കണം. നമ്മുടെ കുടുംബം സമ്പൂർണമായി യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കണം. അങ്ങനെ വിശ്വാസത്തിലും സമർപ്പണത്തിലും ആഴപ്പെടുമ്പോൾ നമ്മുടെ കുടുംബം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന കുടുംബമായിരിക്കും. പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുന്ന മാതാപിതാക്കളും പരിശുദ്ധാത്മാവിന്റെ സ്വരം ശ്രമിച്ച് മുന്നോട്ട് പോകുന്ന മക്കളും അടങ്ങുന്ന ഒരു കുടുംബം അത് ദൈവരാജ്യത്തിന്റെ ഒരു പതിപ്പാണ്. ആ കുടുംബം ഒരു സ്നേഹ കൂട്ടായ്മയായിരിക്കും. ആഴമായ ഒരു കൂട്ടായ്മയും ഒരു ബന്ധവും ആ കുടുംബത്തിനുണ്ടാകും. ആ കുടുംബം സഭയാകുന്ന കൂട്ടായ്മയോട് ചേർന്ന് തന്നെ ആയിരിക്കും വളരുക. അങ്ങനെ ആ കുടുംബം വളരുന്നത് എന്തിനു വേണ്ടിയാണ്? തങ്ങൾ അനുഭവിച്ച ദൈവത്തിന്റെ സ്നേഹവും സന്തോഷവും സമാധാനവും പങ്കുവെക്കാനാണ്. അപ്പം ഈ നമ്മൾ ഈ കഴിഞ്ഞ 10 ആഴ്ചയും പറഞ്ഞുപോയ വിഷയങ്ങൾ മുഴുവൻ അതൊന്ന് ഓർത്തെടുക്കുകയാണ് കുടുംബവുമായി ബന്ധപ്പെടുത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷം. പക്ഷെ ചിലപ്പോഴെങ്കിലും ഉണ്ടാകുന്ന ഒരു ദുഃഖവും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കാം. എല്ലാം നല്ലതാണ്, എല്ലാം കൊള്ളാമായിരുന്നു, വളരെ പ്രയോജനകരമായി എന്നൊക്കെ ആവേശത്തോടെ നമ്മൾ പറഞ്ഞു പോകും. 4 ആഴ്ച നമ്മൾ കൂട്ടായ്മയിൽ എത്താതെ വരുമ്പോൾ മറ്റു മാർഗത്തിലൂടെ പോകുമ്പോൾ ഈ പറഞ്ഞ ആവേശം തണുത്തു പോകും. ദൈവരാജ്യത്തോടുള്ള ആവേശം, സുവിശേഷത്തോടുള്ള ആവേശം ഒരിക്കലും തണുത്തു പോകും. നിരന്തരം അത് സജീവമാകണം. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എല്ലാ ആഴ്ചയുള്ള പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് വരണം. നമുക്ക് ഓൺലൈനായിട്ട് നമുക്കുണ്ട്. അതൊരു വലിയ ഭാഗ്യമായി നമുക്ക് കരുതാം. എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം അടുത്ത മിഷനിലേക്ക് നമ്മളൊരു 3-4 സ്ഥലത്ത് മിഷനിലേക്ക് നമ്മളോട് ചെല്ലാമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 3 ആഴ്ചയോ അല്ലെങ്കിൽ 3 മാസമോ 6 മാസമോ 1 വർഷമോ ഒക്കെ കുടുംബമായിട്ടോ അല്ലാതെയോ മിഷനിലേക്ക് വന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനത്തെ സാധ്യതയുണ്ട്. ഇതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇത് പങ്കെടുത്ത് മെന്റേഴ്സായ എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. ഈ ഒരു മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നമ്മുടെ പിതാക്കന്മാരെ നമുക്ക് ഓർക്കാം, വൈദികരെ നമുക്ക് ഓർക്കാം. നമുക്ക് അടുത്ത ശുഭ ഓൺലൈൻ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ ഓഫ്ലൈൻ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതിലെല്ലാ കാര്യങ്ങളും നിർവഹിച്ച് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് മാണിച്ചേട്ടനും ജിയോചേട്ടനും ഒക്കെ ഇതിൽ വളരെ സജീവമായിരുന്നു. ഞങ്ങളൊക്കെ യാത്രയിലൊക്കെ ആയതുകൊണ്ട് അത്രയും സജീവമായി വന്നില്ല, എങ്കിലും അവർ വളരെ സജീവമായിരുന്നു. അവരെ ഓർക്കുന്നു.
റെക്സിന്റെ അപ്പച്ചൻ മരിച്ച സമയത്തും ഒക്കെ ഞങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. അമേരിക്കയിൽ നിന്ന് ജോസിയേട്ടനുണ്ട്, റോബിൻ വേറെ സ്ഥലത്തുണ്ട്, ഒറീസയിൽ നിന്ന് റെക്സനുണ്ട്, ഞങ്ങളിപ്പം വെസ്റ്റ് ബംഗാൾ ഞങ്ങളുണ്ട്, ബാക്കി നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഓരോരുത്തരും ഉണ്ട്. ഇതൊരു വലിയ സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ്. പ്രത്യേകിച്ച് എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ആശംസിക്കുകയാണ്. നമ്മള് 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോഗ്രാഫ് എഴുതി വഴി പിരിയുന്നവരല്ല, ഒരുമിച്ച് സുവിശേഷത്തിന് വേണ്ടി കുടുംബമായി അധ്വാനിക്കാനായിട്ട് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നവരാണ്. നമുക്ക് കൈപിടിച്ച് ഒരുമിച്ച് യാത്ര ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കണം. താങ്ക് യു. ചേട്ടാ, അറിയിപ്പുകളെന്ന് പറയാമോ? ഈശോയ്ക്ക് സ്വീകരിക്കട്ടെ. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഹോളിഹോം മിനിസ്ട്രിയുടെ നേതൃത്വത്തിലുള്ള ട്യൂബ് മാർച്ച് 4-ന്റെ 10ാമത്തെ സെഷൻ അവസാനിക്കുന്നു. 10 ആഴ്ച നീണ്ടു നിന്ന ഒരു തീർത്ഥയാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ യാത്ര ഇവിടെ അവസാനിക്കുകയല്ല, തുടങ്ങുകയാണ് എന്ന് ഓരോരുത്തരും അവരവരുടെ അനുഭവത്തിൽ നിന്ന് പറയുകയുണ്ടായി. നമ്മുടെ സുവിശേഷ പ്രഘോഷണ യാത്ര കൂടുതൽ തീഷ്ണതയോടെ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് എന്ന് എല്ലാവരും ഹൃദയത്തിൽ ഓർക്കുക. ട്യൂബിന്റെ 5ാമത്തെ ബാച്ച് ജൂൺ 29 മുതൽ ആരംഭിച്ച് ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന രീതിയിൽ 10 ആഴ്ച നീണ്ടുനിൽക്കുന്ന നമ്മുടെ ഓൺലൈൻ കോഴ്സ് ജൂൺ 29 ആരംഭിക്കുകയാണ്. ഉടനെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് ഇതിന്റെ ലിങ്കുകളും പോസ്റ്റുകളൊക്കെ എത്തുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക്, ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക്, നമ്മുടെ സഹപ്രവർത്തകർക്ക്, കുടുംബത്തിലുള്ളവർക്കൊക്കെ അതിന്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അടുത്ത ബാച്ചിലേക്ക് ധാരാളം പേരെ ചേർക്കേണ്ട കടമ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ലിങ്ക് ഓരോരുത്തർക്കും അയച്ചു കൊടുക്കുമ്പോൾ തന്നെ സുവിശേഷ പ്രഘോഷണം നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ് എന്നുള്ള ചിന്തയോടുകൂടി പ്രാർത്ഥിച്ചു ഒരുങ്ങി ലിങ്ക് അയച്ചു കൊടുക്കുകയും അതിന്റെ ഫോളോ അപ്പ് നടത്തി ധാരാളം പേരെ 5ാമത്തെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. USA-യുടെ 4ാമത്തെ ബാച്ചും ഉടനെ ആരംഭിക്കുന്നു. അതിന്റെ ഡേറ്റുകൾ ഉടനെ തീരുമാനിച്ച് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എല്ലാ ദിവസവും രാത്രി 9 മുതൽ 10 മണി വരെ ആഗോള കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും മിഷൻ യാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീചേട്ടന്റെയും ജനിച്ചേട്ടന്റെയും കുടുംബങ്ങൾക്കും അവർ കടന്നു ചെല്ലുന്ന മിഷൻ ഗ്രാമങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ എല്ലാ ദിവസവും 9 മുതൽ 10 മണി വരെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിലേക്കും എല്ലാവരും കടന്നു വരണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും അതുപോലെ തന്നെ 8 മുതൽ 9 വരെ പ്രയർ മീറ്റിംഗ് ഉണ്ട്. അതിലേക്കും എല്ലാവരും സ്നേഹപൂർവ്വം കടന്നു വരിക. ഇനിയും നിങ്ങളുടെ സബ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നവർ ആരെങ്കിലും കടന്നു വരാതിരിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ച് ഓർമ്മിപ്പിച്ച് കടന്നു വരണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കാൻ കൂടി പരിശ്രമിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിക്കുകയാണ്. നമ്മുടെ മിഷൻ അനുഭവങ്ങളൊക്കെ കേട്ടു. മിഷൻ യാത്രകൾ ഇനിയും ഹോളിഹോം മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടത്തണമെന്നാണ് ആഗ്രഹവും. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഇപ്പോഴേ ആരംഭിക്കുകയാണ്. 3-4 സ്ഥലത്തേക്കൊക്കെ മിഷൻ യാത്രയിൽ കടന്നു ചെല്ലണമെന്ന അവിടുത്തെ വികാരിയച്ഛന്മാരൊക്കെ സ്നേഹപൂർവ്വം ശിക്ഷണേക്ക് അറിയിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ അധികം സന്തോഷമാണ്. ഞങ്ങൾക്കും ഇതിനായിട്ടുള്ള അവസരങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളും പ്രാർത്ഥനയിലായിരിക്കുന്നു. അറിയിപ്പുകൾ അവസാനിക്കുകയാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ 4ാമത്തെ ബാച്ചിൽ പങ്കെടുത്ത് ഇന്നത്തെ ഈ സെഷൻ കൂടി അവസാനിക്കുമ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു. നമ്മുടെ സബ് ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ ഈ ആഴ്ച കൂടി ഉണ്ട് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. അതിനുകൂടി പങ്കെടുക്കുകയും എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുത്ത് 5ാമത്തെ ബാച്ചിലേക്ക് ധാരാളം പേർ പങ്കെടുപ്പിക്കുകയാണെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ ഒത്തിരി നന്ദി പറയാം. നമുക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായിരുന്ന നമ്മളെ എല്ലാവരെയും ഈ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവ് ഒന്നിച്ചു ചേർത്തു. കർത്താവിന്റെ ആനന്ദമായ സ്നേഹത്തിന് പ്രത്യേകമായി നന്ദി പറയാം. പിതാവായ ദൈവമേ, അവിടെ ഞങ്ങളോട് ഒത്തിരി കരുണ കാണിച്ചു. ഞങ്ങൾ അങ്ങയോട് പ്രത്യേകമായി നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ഈശോയെ, അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ ബലിയർപ്പിച്ച് രക്തം വിലയായി നൽകി ഞങ്ങളെ രക്ഷിച്ച് ഉദ്ധിതനായി ഞങ്ങളുടെ സർവ്വ പാപകടങ്ങളും മോചിപ്പിച്ച് ഞങ്ങളെ സ്വതന്ത്രരാക്കി സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങൾ ശരിയായ ക്രൈസ്തവ ജീവിതം നയിക്കാൻ വേണ്ടി ഞങ്ങളെ ഒരുക്കി. ഞങ്ങളുടെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, പന്തക്കുസ്ത തിരുനാളിൽ ഞങ്ങൾ ഒരുങ്ങുക. 19-ാം തീയതി പന്തക്കുസ്ത തിരുനാളാണല്ലോ. പരിശുദ്ധാത്മാവെ, അവിടുത്തെ വരദാന ഫലങ്ങൾ കൊണ്ട് ഞങ്ങൾ വയ്ക്കണമേ. ശക്തമായ ദൈവിക അനുഭവം ഈ പന്തക്കുസ്ത തിരുനാളിൽ ഉണ്ടാകാൻ വേണ്ടി അങ്ങ് കൃപ വർഷിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൊച്ചു ജീവിതങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുക.
ഈ പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഞങ്ങളെ അങ്ങ് തന്നെ ഒരുക്കണമേ. നന്നായി പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കാനുള്ള കൃപ തരണമേ. അതുപോലെ ഞങ്ങൾ 26-ാം തീയതി പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃത്യമായ കൃപകളും അനുഗ്രഹവും ഞങ്ങൾക്ക് ലഭിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. 30-ാം തീയതി ഞങ്ങള് ഈശോയുടെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള സ്വർഗീയ മന്ന വിശുദ്ധ കുർബാനയുടെ തിരുനാള് ആഘോഷിക്കുമ്പോൾ കർത്താവായ ഈശോയെ എല്ലാ ദിവസവും അവിടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വിശുദ്ധ കുർബാനയിലൂടെ കടന്നു വരുന്നതിനോർത്ത് നന്ദി പറയുന്നു. മെയ് മാസം മുഴുവൻ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടതാണല്ലോ. പരിശുദ്ധ അമ്മയെ ഞങ്ങൾ തിരിച്ചറിയുന്നു. അമ്മ ഓരോ നിമിഷവും മക്കളായ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കും ഞങ്ങൾ പ്രത്യേകമായി നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് പേരുവേദന കാരണക്കാരായ വിശുദ്ധരെ നിങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനകൾക്കൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കാവൽമാലാകാമരെ നിങ്ങൾ ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഈശോയോട് കൂടി ആയിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ചു. എല്ലാത്തിനും നന്ദി പറയുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തില നമ്മുടെ ആ കൊച്ചു പ്രാർത്ഥന ചൊല്ലി ഒന്ന് അവസാനിപ്പിക്കാം. ജീവിതത്തിന്റെ മൈക്ക് മൂട്ടണം. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എന്റെ കാവൽ മാലാഖയെ ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഗീതം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമാകാനും സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും ഞങ്ങളെ സഹായിക്കുന്നു. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുക്കുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ കൃപ ചെയ്യണം. നമ്മെ വിശദീകരിച്ചുകൊണ്ട് കുറിച്ച് അവസാനിപ്പിക്കാം. യേശുവിന്റെ അടയാളത്താൽ ഞങ്ങൾ സത്യത്തിൽ നിന്ന് ആകർഷിക്കുക ഞങ്ങളുടെ നമ്പരാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.